സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ എക്സാമുമായി ബന്ധപ്പെട്ട് MCQ ഡിസ്കഷൻ ആണ്. സോ മൊഡ്യൂൾ 2 നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൽ ബാലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള വെൽഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതോടൊപ്പം തന്നെ മൊഡ്യൂൾ 1ന്റെ ഒരു MCQ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി MCQ സെക്ഷനിലേക്ക് സ്വാഗതം. സോ മൊഡ്യൂൾ 1 പ്രധാനമായിട്ടും നമ്മൾ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ഡെവലപ്മെന്റ് ഓഫ് സർഫസസും അതുപോലെ തന്നെ ഇന്റർപെനട്രേഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസ് അല്ലെ, ഇത്തരത്തിൽ ഇന്റർപെനട്രേഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നീട് നമ്മൾ വെൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ജോയിന്റ് ഇഫ് 2 members welded in the same plane? What is the name of joint if 2 members welded in the same plane? ഓക്കെ, ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൻസൂറെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്തായിരിക്കും ഇതിന്റെ ഉത്തരം വരിക? ഒരേ പ്ലെയിനിൽ 2 പ്ലേറ്റുകൾ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. അതായത് ഒരേ പ്ലെയിനിൽ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചു, അതേ പ്ലെയിനിൽ മറ്റൊരു പ്ലേറ്റ് ഇങ്ങനെ വെക്കുകയാണെന്നിരിക്കട്ടെ, അതേ പ്ലെയിനിൽ മറ്റൊരു പ്ലേറ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്താണ്, ഇതിപ്പം പാരലൽ ആണ്. സോ പാരലൽ പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ സ്ക്വയർ വെൽഡ് ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്തെന്നിരിക്കട്ടെ, ഇങ്ങനെ വെൽഡ് ചെയ്തെന്നിരിക്കട്ടെ. സോ ഇങ്ങനെയുള്ള ആ ഒരു ജോയിന്റിനെ നമ്മൾ എന്താ വിളിക്കാം? ഓപ്ഷൻ എ ലാപ്പ് ജോയിന്റ്, ഓപ്ഷൻ ബി ടി ജോയിന്റ്, ഓപ്ഷൻ സി ബട്ട് ജോയിന്റ്, ഓപ്ഷൻ ഡി എഡ്ജ് ജോയിന്റ്. ഏതായിരിക്കും? മൻസൂർ പറഞ്ഞത് ലാപ്പ് ജോയിന്റ് ആണ്, ലാപ്പ് ജോയിന്റ് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ലാപ്പ് ജോയിന്റ് അല്ല, ഉത്തരം ബട്ട് ജോയിന്റ്. യെസ്, ബട്ട് ജോയിന്റ് ആണ് കേട്ടോ, ബട്ട് ജോയിന്റ്. ഓക്കെ, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണേ. അപ്പൊ ഇത്തരത്തിൽ 2 പ്ലേറ്റുകൾ 180 ഡിഗ്രി അല്ലെ, ഇത്തരത്തിൽ 180 ഡിഗ്രി ഇവിടെ ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ 180 ഡിഗ്രി 2 പ്ലേറ്റുകൾ അങ്ങനെ ഒരേ പ്ലെയിനിൽ സൈഡ് ബൈ സൈഡ്, അങ്ങനെയും പറയാം, സൈഡ് ബൈ സൈഡ് ആയിട്ട് പ്ലേറ്റ് വെക്കുന്നു. അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ വെൽഡ് ചെയ്യേണ്ട മെമ്പർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം, അതൊക്കെ കീവേഡുകൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഉത്തരം ബട്ട് ജോയിന്റ് ആണ്. ഓക്കെ, the joint which is formed by placing the end of 2 parts together is called butt joint. സംശയമൊന്നുമില്ലേ? In butt joint, the 2 parts lie on same plane side by side. Side by side ആയിട്ട് ഒരേ പ്ലെയിനിലാണ് ഈ ജോയിന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. മോസ്റ്റ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് അല്ലെ, ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് പറയാം ദാറ്റ് ഈസ് ബട്ട് ജോയിന്റ്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിന്റ് ഏതാണ്? ബട്ട് ജോയിന്റ്. ഈ ബട്ട് ജോയിന്റിൽ തന്നെ നമ്മൾ എഡ്ജ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സ്ട്രെയിറ്റ്, ഈ ചിത്രത്തിൽ ആദ്യം കാണുന്നത് സ്ട്രെയിറ്റ് ആണ്, സംശയമൊന്നുമില്ലല്ലോ. ദെൻ സിംഗിൾ യു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സിംഗിൾ വി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡബിൾ യു, ഡബിൾ വി, സിംഗിൾ ജെ, അതുപോലെ തന്നെ സിംഗിൾ ബിവൽ, ഡബിൾ ജെ ഉണ്ട്, ഡബിൾ ബിവൽ ഉണ്ട് അല്ലെ. അതായത് നമ്മളുടെ ആ ഒരു ജോയിന്റിന്റെ എഡ്ജ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ സ്ക്വയർ, യു, വി, ജെ, ബെവൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് തിക്നെസ് കൂടുന്നതനുസരിച്ച്, ഇപ്പം ഹയസ്റ്റ് തിക്നെസ് ഏകദേശം ഒരു ഫോർ എക്സാമ്പിൾ 16 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ യു അല്ലെങ്കിൽ ഡബിൾ ബി ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഡബിൾ സൈഡിലുള്ള രീതിയിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. കാര്യം അത് തിക്നെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കൂ. The plate edge do not require beveling if the thickness of the plate is less than dash. The plate edges do not require beveling
if the thickness of the plate is less than dash. അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയുന്ന ജോയിന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിൽ ബെവൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ബി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ബെവൽ ചെയ്യാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ജെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, യു മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ബെവലിംഗ് ഒന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പറയാം നമുക്ക് സ്ക്വയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അപ്പൊ സ്ക്വയർ ആണ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്ലേറ്റിന്റെ തിക്നെസ് എങ്ങനെയായിരിക്കണം? ലെസ് ദാൻ. ഫൈൻ. For plate edges do not require beveling if the thickness of the plate is less than, yes, right answer ആണ് 5 mm. 5 mm. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ the plate edges do not require beveling if the thickness of the plate is less than 5 mm. അല്ലെ, 5 mm മുകളിൽ താഴെയാണ്, 5 mm താഴെയാണ് പ്ലേറ്റിന്റെ തിക്നെസ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബിവലിംഗ് ഒന്നും ആവശ്യമില്ല, അല്ലെ, തരത്തിൽ ചരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ള ചരിവോ ഒന്നും വേണ്ട. നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ വെൽഡ് കംപ്ലീറ്റ് ചെയ്യാം. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So the plate edges do not require beveling if the thickness of the plate is less than 5 mm. Suppose if the plate thickness is 5 mm to 12.5 mm, അല്ലെ, തരത്തിൽ ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് 5 mm to 12.5 mm ആണെന്നുണ്ടെങ്കിൽ the edges should be beveled to V or U groove, അല്ലെ, ഒരു സിംഗിൾ V അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ U ഗ്രൂവിലേക്ക് നമുക്ക് അതിനെ ബിവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകളാണ് ഇവിടെ. 5 mm താഴെയാണെങ്കിൽ പ്രത്യേകിച്ച് ബെവലിങ്ങോ ഒന്നും വേണ്ട. 5 മുതൽ 12.5 വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 12.5 mm തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിംഗിൾ വി അല്ലെങ്കിൽ സിംഗിൾ യു കൊടുക്കാറുണ്ട്. ദെൻ അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ വി അല്ലെങ്കിൽ ഡബിൾ യു കൊടുക്കാറുണ്ട്. സോ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെൽഡഡ് ജോയിന്റുമായി ബന്ധപ്പെട്ട് ജോയിന്റിന്റെ എഡ്ജ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The joint is formed when the two parts are placed one over the another and then welded is called dash. അത് ഏത് ടൈപ്പ് ജോയിന്റ് ആണ്? അല്ലെ, ഒന്നിന് മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെ, നമുക്കറിയാം ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലേറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു, രണ്ടാമത്തെ പ്ലേറ്റ് അതിന് മുകളിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ കൺസിഡർ ചെയ്തു അല്ലെ. കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്താ ഇവിടെ വെൽഡ് ചെയ്യും, അല്ലെ, ഇവിടെ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെൽഡ് കൊടുക്കുക? ഇവിടെ ഫില്ലറ്റ് വെൽഡ് കൊടുക്കും. ഏതാണ്? ഫില്ലറ്റ് വെൽഡ് കൊടുക്കും. അപ്പൊ ഇത്തരത്തിൽ ഡബിൾ ഫില്ലറ്റ് ഉണ്ട്, സിംഗിൾ ഫില്ലറ്റ് ഉണ്ട്. ഓക്കെ, എനിവേ ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക, അല്ലെ, ഇത്തരത്തിലാണ് ആ ഒരു പ്ലേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള എഡ്ജ് പ്രിപ്പറേഷനെ എന്താ വിളിക്കുക? ഇങ്ങനെയുള്ള രീതിയിലുള്ള ജോയിന്റിനെ എന്താണ് വിളിക്കുക? യെസ്, ഓപ്ഷൻ എ ടി ജോയിന്റ്, ഓപ്ഷൻ ബി ബട്ട് ജോയിന്റ്, ഓപ്ഷൻ സി ലാപ്പ് ജോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ജസ്റ്റ് ജോയിന്റ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ജോയിന്റ്? ലാപ്പ് ജോയിന്റ് തന്നെയാണ് നമ്മളുടെ ഉത്തരം. കറക്റ്റ് ആണ്, ലാപ്പ് ജോയിന്റ് തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ലാപ്പ് ജോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ചിത്രത്തിൽ നമുക്ക് ലാപ്പ് ജോയിന്റ് കാണുന്നുണ്ട് അല്ലെ, ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചു അല്ലെ. സോ പ്ലേസ്ഡ് വൺ ഓവർ അനദർ ആൻഡ് ദെൻ വെൽഡഡ്. ഇറ്റ് മേ വൺ സൈഡ് ഓർ ഡബിൾ സൈഡ്. ഇത്തരത്തിൽ ഒരു സൈഡ് മാത്രം വെൽഡ് ചെയ്യാം, രണ്ട് സൈഡ് നമുക്ക് വെൽഡ് ചെയ്യാം. യൂസ്ഡ് ടു ജോയിൻ ടു പീസസ് വിത്ത് ഡിഫറെന്റ് തിക്നെസ്. നിങ്ങളോട് ചോദിക്കുകയാണ് രണ്ട് പീസസ് അല്ലെ, രണ്ട് രീതിയിലുള്ള ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് രീതിയിലുള്ള തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ജോയിന്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്പ് ജോയിന്റ്. സോ അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ലാപ്പ് ജോയിന്റ് തന്നെയാണ്. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദ ജോയിന്റ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇന്റർസെക്റ്റിംഗ് ടു പാർട്ട് അറ്റ് റൈറ്റ് ആംഗിൾ. ഓപ്ഷൻ എ കോർണർ ജോയിന്റ്, ഓപ്ഷൻ ബി ടി ജോയിന്റ്, ഓപ്ഷൻ സി ലാപ്പ് ജോയിന്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ആലോചിച്ച് നോക്കൂ. ദ ജോയിന്റ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇന്റർസെക്റ്റിംഗ് ടു പാർട്സ് അറ്റ് റൈറ്റ് ആംഗിൾ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇത്തരത്തിൽ റൈറ്റ് ആംഗിൾ അല്ലെ. അപ്പൊ ഒന്നാമത്തെ പ്ലേറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു, രണ്ടാമത്തെ പ്ലേറ്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. സോ ഇവിടെയാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചെയ്തു. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ പ്ലേറ്റ്, രണ്ടാമത്തെ പ്ലേറ്റ്. സോ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ നമുക്ക് വെൽഡ് അടിക്കാം. ഓക്കെ, ഫൈൻ, ഇത് ഓക്കെ ആണ്. സോ ഓപ്ഷൻ എ ഓക്കെ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു പ്ലേറ്റ് എടുത്തു.
സോ ഞാൻ അതിന് സെന്ററിൽ ഇങ്ങനെ വെക്കുന്നു, സെന്ററിൽ ഇങ്ങനെ വെക്കുന്നു. അതും എന്ത് തന്നെയാണ്, ഒരു പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വെച്ചു. പക്ഷേ നമ്മളുടെ ഒന്നാമത്തെ പ്ലേറ്റിന്റെ സെന്ററിലായിട്ടാണ്, മധ്യത്തിലായിട്ടാണ് നമ്മൾ വെച്ചത് അല്ലെ, മിഡിൽ പോർഷനിൽ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഇവിടെ വെൽഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ വെൽഡ് ചെയ്തു. സോ ഈ രണ്ടാമത്തെ ജോയിന്റിനെ എന്താ വിളിക്കാം? ഞാൻ രണ്ടാമത് വരച്ച ചിത്രം ഏത് ജോയിന്റാ? രണ്ടാമത് വരച്ച ചിത്രം ഏത് ജോയിന്റാ? ടി ജോയിന്റ് ആണ് അല്ലെ. അപ്പോ രണ്ടും നോക്കി, ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ കോർണറിലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വെൽഡ് അടിക്കുന്നു. മറ്റൊന്ന് നമ്മളുടെ പ്ലേറ്റിന് മധ്യഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പെർപെൻഡിക്കുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നു. സോ രണ്ടും എന്ത് തന്നെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വെക്കുന്നു. ഇപ്പൊ കോർണർ ജോയിന്റ് ആയിക്കോട്ടെ ടി ജോയിന്റ് ആയിക്കോട്ടെ, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ആംഗുലാർ എന്താണ് റിലേഷൻ എങ്ങനെയാണ്, ബേസിക്കലി അത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ്, റൈറ്റ് ആംഗിൾ തന്നെയാണ് അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഓപ്ഷൻ ബിയും നമ്മളുടെ ഉത്തരമല്ലേ? ഓപ്ഷൻ ബിയും നമ്മളുടെ ഉത്തരമല്ലേ? യെസ്, ആണ് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ. സോ ചിത്രത്തിൽ നമുക്ക് കോർണർ ജോയിന്റ്, കോർണർ ജോയിന്റ്, ഇത് നമ്മളുടെ ടി ടി ജോയിന്റ്, സംശയമൊന്നുമില്ലല്ലോ. രണ്ടിടത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചോദ്യം the joint which is made by intersecting two parts at right angle എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ പൊസിഷൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയും നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ ആണോ? ആൻസർ ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതനുസരിച്ച് ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ശ്രദ്ധിച്ചാൽ മാത്രം മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നോക്കേ, ഇൻ ഫില്ലറ്റ് വെൽഡിംഗ് ദ ലെഗ് ലെങ്ത് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ ഈസ് ഡാഷ്. സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. ഫില്ലറ്റ് വെൽഡിങ്ങില് ലെഗ് ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഓപ്ഷൻ എ സെഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ഡബ്ല്യു, ഓപ്ഷൻ ഡി എൽ. ഓക്കെ, സോ സെഡ് എ ഡബ്ല്യു ഐ റെപ്രസെന്റേഷൻ ആണ്. ഏതായിരിക്കും നമ്മളുടെ ലെഗ് ലെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? എൽ. ഓക്കെ 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 ഓക്കെ, അത് ഐ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ലെഗ് ലെങ്ത് അല്ലെങ്കിൽ എൽ അല്ലെ, ലെങ്ത് എൽ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് അല്ല, ഉത്തരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ സെഡ്, ഓപ്ഷൻ എ സെഡ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഫില്ലറ്റ് വെൽഡില് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, എല്ലാം ആണോ എന്നൊക്കെ ഡൗട്ട് വരും. അല്ല, ഓക്കെ. അപ്പോ ലെഗ് ലെങ്തുമായി ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സെഡ്, ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ തന്നെയാണ് ലെഗ് ലെങ്ത് സെഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഒന്ന് രണ്ട് പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ വെൽഡിനെ വിളിക്കുന്ന പേരാണ് ഫില്ലറ്റ് വെൽഡ്. എന്താ വിളിക്കാം? ഫില്ലറ്റ് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്. ഈ ഫില്ലറ്റ് വെൽഡ് നമുക്ക് ഈ പറയുന്ന ലെഗ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്നതിനെ വിളിക്കുന്ന, ഈ ഒരു പോർഷൻ വിളിക്കുന്ന പേരാണ് ടോ എന്ന് പറയും. ടോ, ഈ ഒരു പോർഷനാണ് ടോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ജോയിന്റ് സെന്റർ ഉണ്ടല്ലോ, ഓക്കെ, ഈ ജോയിനിങ് ഏരിയ മുതൽ നമ്മളുടെ ടോ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ലെഗ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ലെഗ് ലെങ്ത് നമ്മളുടെ ഈ പറയുന്ന ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്, സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഗ് ലെങ്ത്. അപ്പൊ ലെഗ് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് പറയുന്നത്. ഓക്കെ, ലെഗ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് ലെഗ് ലെങ്ത് ആണ്, സെഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൈസ് പറയുന്നത്. ഈ സെഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കി, അതായത് ഈ പറയുന്ന ജംഗ്ഷൻ മുതൽ, അല്ലെ, ഈ പറയുന്ന ജംഗ്ഷൻ മുതൽ നമ്മൾ ഈ പറയുന്ന രണ്ട് ടോ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ടോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ജംഗ്ഷൻ മുതൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ടാവുമല്ലോ, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ത്രോട്ട്
ത്രോട്ട് സൈസ് എന്ന് പറയുന്നത്. അതിനെ എന്താ വിളിക്കാം? ത്രോട്ട് സൈസ്. ഓക്കെ, അപ്പോ ലെഗ് ലെങ്ത്, ത്രോട്ട് സൈസ്. അപ്പൊ സെഡും എയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡയമെൻഷൻസ് ആണ് ഫില്ലറ്റ് വെൽഡില്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫില്ലറ്റ് വെൽഡില് ത്രോട്ട് തിക്നെസ് എന്ന് പറയാറുണ്ട്. അപ്പം ഇത് പറയാണെങ്കിൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള ത്രോട്ട് തിക്നെസ് ആണ് എ എന്ന് പറയുന്നത്. ത്രോട്ട് സൈസ് അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ് എന്ന് പറയാറുണ്ട് കേട്ടോ, തിക്നെസ്. ത്രോട്ട് തിക്നെസ് അല്ലെന്നുണ്ടെങ്കിൽ ലെഗ് ലെങ്ത്. ത്രോട്ട് തിക്നെസ്സും ലെഗ് ലെങ്തും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സൈസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെഗ് ലെങ്ത്. അപ്പം ഈ പറയുന്ന എ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? 0.707 ഇൻറ്റു സെഡ്, അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്നത് എന്താണ്? 1.4. ദാറ്റ് ഈസ് റൂട്ട്. സെഡ് എന്ന് പറയുന്നത് റൂട്ട് 2 ഇൻറ്റു എ. റൂട്ട് 2 ഇൻറ്റു എ. ഈ എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ത്രോട്ട് തിക്നെസ്. ത്രോട്ട് തിക്നെസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്തരത്തിൽ ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് ഫില്ലറ്റ് വെൽഡ്? അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഫില്ലറ്റ് വെൽഡിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ട്രയാങ്കിൾ ആണ്. കാര്യം ട്രയാങ്കിൾ കാണുന്നുണ്ട്. അപ്പോൾ ഫില്ലറ്റ് വെൽഡിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ഇത്തരത്തിൽ ട്രയാങ്കിൾ ആണ്. അത്തരത്തിൽ ട്രയാങ്കിളിന്റെ ഈ പറയുന്ന രണ്ട് സൈഡുകൾ സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ആ സെഡ് എന്ന് പറയുന്നതാണ് ലെഗ് ലെങ്ത് എന്നറിയപ്പെടുന്നത്. ഈ ലെഗ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് 2 ഇൻറ്റു എ. അപ്പൊ എന്താണ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ത്രോട്ട് തിക്നെസ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ ഒരു ജോയിന്റുമായി, ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്താണ്? ലെഗ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്റ്റാൻഡേർഡ് ലെറ്റർ ആണ്. സോ സെഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? സോ രണ്ടാമത്തെ ചിത്രം പ്ലേറ്റ് 1 പ്ലേറ്റ് 2 നമ്മളൊരു ജോയിന്റ് ചെയ്യുന്നു. ഫില്ലറ്റ് വെൽഡ് കൊടുത്തിട്ടുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് ഫില്ലറ്റ് വെൽഡ് കാണാൻ സാധിക്കും. അതിന്റെ ലെഗ് ലെങ്ത് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? ലെഗ് ലെങ്ത് ഇവിടെ കാണാൻ സാധിക്കും. സോ ലെഗ് തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത് സെഡ്, ലെഗ് തിക്നെസ് സെഡ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കി ത്രോട്ടിന്റെ തിക്നെസ്. ത്രോട്ടിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ത്രോട്ടിന്റെ തിക്നെസ് എ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഗ് ലെങ്ത് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് എ. എ എന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.41 എന്ന് പറയുന്നത്. സോ അതാണ് അവിടെ 1.414 എന്നുള്ള വാല്യൂയിലേക്ക് വന്നത്. ഓക്കെ ഫൈൻ. ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കോളൂ. ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ എലമെന്ററി വെൽഡ് സിംബൽ ഷോൺ ഇൻ ദ ഫിഗർ. ഇത്തരത്തിൽ ഫിഗർ ഒക്കെ തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാര്യം സിംബൽസ് ഒക്കെ നമ്മൾക്ക് ചിത്രം തരാതെ പാടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സിംബൽ തന്നിട്ട് അത് ഏത് വെൽഡ് ആണെന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇവിടെ ഐഡന്റിഫൈ ദ എലമെന്ററി വെൽഡ് സിംബൽ ഷോൺ ഇൻ ദ ഫിഗർ. ഓപ്ഷൻ എ സ്പോട്ട് വെൽഡിംഗ്, ഓപ്ഷൻ ബി സീം വെൽഡിംഗ്, ഓപ്ഷൻ സി സ്റ്റിച്ച് വെൽഡിംഗ്, ഓപ്ഷൻ ഡി പ്ലഗ് വെൽഡിംഗ്. ഒന്ന് ഗസ് ചെയ്ത് നോക്കി. സ്പോട്ട്, സീം, സ്റ്റിച്ച്, പ്ലഗ്. തന്നിരിക്കുന്ന ചിത്രം ഏത് വെൽഡിന്റെ സിംബൽ ആണ്? ഗസ് ചെയ്തേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ പരീക്ഷയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെൽഡ് സിംബലുമായി ബന്ധപ്പെട്ട് ഉള്ള സിലബസിൽ പറയുന്നുണ്ട് അല്ലെ? വെൽഡ് സിംബൽ, വെൽഡ് സിംബൽ ആൻഡ് വെൽഡിംഗ് സിംബൽ രണ്ടും രണ്ടാണ്. എന്താണ് സംഗതി? അപ്പം ഒന്ന് ഗസ് ചെയ്ത് നോക്കി. അല്ലു ഓപ്ഷൻ സി സ്റ്റിച്ച് വെൽഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ സ്റ്റിച്ച് വെൽഡ് അല്ല കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഉത്തരം സീം വെൽഡ്. അപ്പൊ ഒരു വെൽഡഡ് അല്ലെങ്കിൽ വെൽഡ് സിംബൽസിന്റെ ചിത്രങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ നോക്കി പ്ലഗ് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് സ്ലോട്ട് വെൽഡ് എന്നൊക്കെയാണെങ്കിൽ ഇത്തരത്തിലാണ് ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പോട്ട് വെൽഡ് നമുക്ക് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സീം വെൽഡ് ആണ് നമ്മളിങ്ങനെ എന്താണ് സർക്കിളിനകത്ത് രണ്ട് പാരൽ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ,
ഒന്ന് മനസ്സിലാക്കി വെക്കാം. സീം വെൽഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെയും പഠിച്ചതുപോലെ ബാക്കിയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാൻ വഴിയെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ സിമ്പിൾ ഫോർ എ ഫില്ലറ്റ് വെൽഡ് ഈസ് റെപ്രസെന്റഡ് as ട്രയാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സിക്സാഗ് ലൈൻ. വേഗം പറഞ്ഞു. ദ സിമ്പിൾ ഫോർ എ ഫില്ലറ്റ്. ഓക്കെ, സംശയമൊന്നുമില്ല അല്ലെ. ഇതിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്. ഫില്ലറ്റ് വെൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ട്രയാങ്കിൾ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫില്ലറ്റ് വെൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ. സ്ക്വയർ ബട്ട് വെൽഡ് അല്ലെ. സ്ക്വയർ ബട്ട് വെൽഡ് ഇത്തരത്തിൽ നോക്കി. ബട്ട് സ്ക്വയർ ബട്ട് ആയതുകൊണ്ട് ഇങ്ങനെ അല്ലെ. ഇത്തരത്തിൽ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ. ദെൻ സിംഗിൾ വി ആയതുകൊണ്ട് സിംഗിൾ വി. ഇത്തരത്തിൽ മുകളിൽ അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇത്തരത്തിൽ കർവേച്ചർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കോൺവെക്സും കോൺകേവും ഉണ്ട്. കോൺവെക്സ് ടൈപ്പ് ആണ്. കോൺകേവ് എന്ന് പറയുമ്പം ഇത്തരത്തിൽ വി പോലെ എഴുതിയിട്ട് ഇങ്ങനെ വരും കോൺകേവ്. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ വി പോലെ ആണെങ്കിൽ ഫ്ലാറ്റ്. ഓക്കെ, സോ അതാണ് റെപ്രസെന്റേഷൻ വരുന്നത്. ഫ്ലാറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, കോൺകേവ്, കോൺവെക്സ്. അപ്പൊ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന ചിത്രത്തില് എന്താണ് കോൺവെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. അതായത് ആ ഒരു പുറത്തുള്ള സർഫസ് കോൺവെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുറത്തുള്ള സർഫസ് കോൺവെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യു ബട്ട് വെൽഡ് ഡബിൾ വി. അപ്പോൾ യു ഇത്തരത്തിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡബിൾ വി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വി അല്ലെ, മുകളിലൊരു വി, താഴെ ഒരു വി. അപ്പം ഇത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിംഗിൾ വി ആണെങ്കിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കാം. അത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ സിംബലുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എല്ലാവരും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, മറ്റൊരു ചോദ്യം. സിമ്പിൾ ഫോർ എ സീലിംഗ് റൺ. സീലിംഗ് റണ്ണിന്റെ സിമ്പിൾ എങ്ങനെ കൊടുക്കാറ്? എ ട്രയാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സിക്സാഗ് ലൈൻ. സീലിംഗ് റണ്ണിന്റെ സിമ്പിൾ എങ്ങനെ കൊടുക്കാറ്? ജസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. സിമ്പിൾ ഫോർ എ സീലിംഗ് റൺ. സീലിംഗ് റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുന്ന ഒരു റൺ ആണ്. അതായത് ഇത്തരത്തിൽ ലീക്ക് പ്രൂഫ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് അതായത് ബാക്കിംഗ് റൺ കൊടുക്കുമല്ലോ. സോ അതിന് മുകളിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫൈനൽ അവസാന ടച്ച് റണ്ണാണ് ഈ സീലിംഗ് റൺ എന്ന് പറയുന്നത്. സോ സീലിംഗ് റണ്ണിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? യെസ്, ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. സർക്കിൾ റെപ്രസെന്റേഷൻ ആണ് വരിക. സോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കി, സ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ടി പോലെ കാണാം. സോ ബീഡ് എഡ്ജ് ഓർ സീൽ ആണെങ്കിൽ ഇത്തരത്തിൽ സെമി സർക്കിൾ ഒരു പ്രൊജക്ഷൻ പോലെ കാണാം. സീലിംഗ് റൺ ആണെങ്കിൽ സർക്കിൾ ആണ്. സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ സീം ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എക്സ് അല്ലെ 3x പോലെ റെപ്രസെന്റേഷൻ ഉണ്ട്. സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റേഷൻ, ഈ ഒരു പാരലൈൻ വരയ്ക്കുക, ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ. പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റേഷൻ. അത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നോക്കി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ ജോയിനിങ് ദ ടു ടോസ്. The distance between the junction of metal and the midpoint on the line joining the two toes. Option A, leg length. Option B, throat thickness. Option C, toe length. Option D, edge clearance. Okay, Sujit. Yes, option B ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക അല്ലെ. ഓപ്ഷൻ ബി. അപ്പൊ നമ്മളുടെ ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി നമ്മളൊരു എക്സാമ്പിൾ കണ്ടിരുന്നു അല്ലെ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ റൂട്ട് പോർഷൻ, ജംഗ്ഷൻ. രണ്ട് മെറ്റലുകളുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫ്യൂഷന്റെ ജംഗ്ഷൻ ഇവിടാണ് അല്ലെ. സോ ഇവിടെ നിന്നും ടോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടോ, ഇത് നമ്മുടെ മറ്റൊരു ടോ അല്ലെ. ഈ രണ്ട് ടോ തങ്ങളിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണല്ലോ നമ്മൾ നേരത്തെ കണ്ടത്. എന്തായിരുന്നു? ഇത്തരത്തിലുള്ള ലൈൻ ഉണ്ടല്ലേ. ആ ലൈനിലേക്ക് നമ്മളുടെ റൂട്ടിൽ നിന്നും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണോ ആ ഡിസ്റ്റൻസ് ആണ് തിയറട്ടിക്കൽ ത്രോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ്. തിയറട്ടിക്കൽ ത്രോട്ട് തിക്നെസ്. എന്നാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കില്ല. അതിന് മുകളിൽ ഇങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ഉണ്ടാവും അല്ലെ. കർവേച്ചർ, വെൽഡ് ഫേസ് ഇങ്ങനെ അല്പം പ്രൊജക്ട് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടാവും.
അപ്പൊ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ത്രൂ ഔട്ട് ഇവിടം വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അപ്പൊ എന്ന് പറയുന്നത് ആക്ച്വൽ ത്രോട്ട് ആണ്. ആക്ച്വൽ ത്രോട്ട്. പക്ഷെ നമ്മൾ ഡിസൈൻ കൺസിഡറേഷനിൽ നമ്മൾ ഇത്തരത്തിൽ സൈസും ഷേപ്പും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് എടുക്കുക? തിയറട്ടിക്കൽ ആയിട്ടുള്ള ത്രോട്ട് വാല്യൂ എടുക്കാറ്. സോ ഇവിടെ ലെഗ് ലെങ്ത് എന്നുള്ളത് നമുക്കറിയാം സെഡ് അല്ലെ, ഇത് സെഡ് ആണ്. സോ ലെഗ് ലെങ്ത് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് എ എന്ന് പറയുന്നത് അവിടുത്തെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ത്രോട്ട് തിക്നെസ്. അപ്പൊ തിയറട്ടിക്കൽ ആയിട്ടുള്ള ത്രോട്ട് തിക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ 2 ടോസ് അല്ലെ, 2 ടോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കിട്ടും. ആ പാത്ത് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി എന്ത്? ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. മറ്റൊരു ചോദ്യം, ദ സ്മോൾ ഗ്യാപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇൻ എ ബട്ട് ജോയിന്റ് ബിഫോർ വെൽഡിങ്. ദ സ്മോൾ ഗ്യാപ്പ്, നമ്മൾ ബട്ട് വെൽഡ് ചെയ്യാതിരിക്കട്ടെ, ഇങ്ങനെ സപ്പോസ് നമ്മൾ ഇങ്ങനെ വെൽഡ് ചെയ്യാതിരിക്കട്ടെ, എന്റെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചു, ലെവൽ ചെയ്തു, സിംഗിൾ ബി ആണെന്നിരിക്കട്ടെ സപ്പോസ്. 2 പ്ലേറ്റുകളാണ്. പ്ലേറ്റ് വെൽഡ് ചെയ്യുന്ന നമ്മൾ പ്ലേറ്റിന്റെ ആ ഒരു എഡ്ജ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ഗ്യാപ്പ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റൂട്ട് ഫേസ്, ഓപ്ഷൻ ബി റൂട്ട് ഗ്യാപ്പ്, ഓപ്ഷൻ സി ത്രോട്ട് ഗ്യാപ്പ്, ഓപ്ഷൻ ഡി എഡ്ജ് ക്ലിയറൻസ്. അതിനെ എന്താ വിളിക്കുക? ഇത്തരത്തിൽ ബട്ട് ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പ്ലേറ്റുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക ചെയ്യാം. ബട്ട് ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ആ 2 ജോയിന്റുകൾക്കിടയിൽ താഴ്ന്ന ഭാഗത്ത് അല്ലെ, അതായത് താഴെയായിട്ട് ഒരു ഗ്യാപ്പ്, സ്മോൾ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ആ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും. അതിനെന്താ വിളിക്കുക നമ്മള്? റൂട്ട് ഫേസ്, റൂട്ട് ഗ്യാപ്പ്, ത്രോട്ട് ഗ്യാപ്പ്, എഡ്ജ് ക്ലിയറൻസ്. ജസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് മൈനസ് ഒന്നുമില്ലല്ലോ. ഓപ്ഷൻ ബി റൂട്ട് ഗ്യാപ്പ്. യെസ്, റൈറ്റ് ആൻസർ ആണ് റൂട്ട് ഗ്യാപ്പ്. യെസ് സുജിത്തെ, കറക്റ്റ് ആണ് റൂട്ട് ഗ്യാപ്പ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ റൂട്ട് ഫേസ് എന്താണ്, റൂട്ട് ഗ്യാപ്പ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ദ സ്മോൾ ഗ്യാപ്പ്, ഏറ്റവും ചെറിയ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലേറ്റ് ഇൻ എ ബട്ട് ജോയിന്റ് ബിഫോർ വെൽഡിങ്ങിന് മുന്നേ അല്ലെ, അതിലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. റൂട്ട് ഫേസ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇത്തരത്തിൽ എഡ്ജ് ഇങ്ങനെ കോർണറായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും ചെയ്യാറുണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഫേസ് കൊടുക്കുന്നത് നല്ലത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിന്റെ പുറത്ത് ഇങ്ങനെ വെൽഡിങ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് to the face of the fillet weld is called a dash. The shortest distance from the root to the face of the fillet weld is called a dash. Leg length, throat thickness, weld size, root gap. വേഗം പറഞ്ഞു. സോറി, ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ എക്സാമിന്. ബേസിക് കോൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ചോദ്യം. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ടു ദ ഫേസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ് ഈസ് കോൾഡ് ഡാഷ്. ഏതായിരിക്കും? ലെഗ് ലെങ്ത്, ത്രോട്ട് തിക്നെസ്, വെൽഡ് സൈസ്, റൂട്ട് ഗ്യാപ്പ്. വേഗം പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞു. വേഗം പറഞ്ഞു പോക്കോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കി പോകാന്നുള്ളതാണ്. ഈ ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം പിന്നീട് തെറ്റില്ല. ഓപ്ഷൻ സി വെൽഡ് സൈസ്. യെസ്, വെൽഡ് സൈസ്. അപ്പൊ അത് ക്ലിയർ ആയിട്ടില്ല, അപ്പൊ അത് കുറച്ച് ക്ലിയർ ആവാനുണ്ട് അല്ലെ. ഓക്കെ. റൂട്ട് ടു ദ ഫേസ് ഓഫ് ദ ഫില്ലറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ ഒരു ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ട് ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെഗ് ലെങ്ത് ആണ്.
സംശയമൊന്നുമില്ലല്ലോ. ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെഗ് സംശയമൊന്നുമില്ലേ? ആ ലെഗ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലെഗ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു റൂട്ട് പോർഷൻ മുതൽ നമ്മളുടെ ആ ഒരു പ്ലേറ്റിൽ എവിടം വരെയാണോ നമ്മളുടെ ആ ഒരു വെൽഡ് വരുന്നത്, സോ ആ പോയിന്റ് ആണ് ഇത്. ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടോ. അപ്പം റൂട്ട് മുതൽ ടോ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെഗ് എന്ന് പറയുന്നത്. ഈ ലെഗ് തന്നെയാണ് വെൽഡ് സൈസ് എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ? ലെഗ് തന്നെയാണ് വെൽഡ് സൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ റൂട്ട് മുതൽ ഇതിപ്പോ ഒന്നാമത്തെ പ്ലേറ്റ് ആണെന്നെങ്കിൽ ഇത് രണ്ടാമത്തെ പ്ലേറ്റിന്റെ ആ ഒരു എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ്, രണ്ടാമത്തെ പ്ലേറ്റിന്റെ ടോ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വീണ്ടും ലെഗ് ലെങ്ത് എന്ന് പറയുന്നത്. അതും അത് തന്നെയാണ് വെൽഡ് സൈസ്. ഓക്കെ, ഈ രണ്ട് ടോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈൻ. ഓക്കെ, അതാണ് ആ ലൈനിലേക്ക് നമ്മുടെ റൂട്ടിൽ നിന്നും വരയ്ക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തിയറട്ടിക്കൽ ത്രോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ വെൽഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് വെൽഡ് ഫേസ് അല്ലെ? മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു സർഫസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫേസ്. അപ്പോൾ നമ്മുടെ റൂട്ട് മുതൽ ഫേസ് വരെ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ വെൽഡ് സൈസ് ആകുമോ? വെൽഡ് സൈസ് അല്ല. ലെഗ് ആണോ? ലെഗ് അല്ല. എന്താണത്? ത്രോട്ട് തിക്നെസ് ആണ്. അപ്പൊ ഫേസ് വരെ എന്ന് പറയുമ്പോൾ അത് ആക്ച്വൽ ത്രോട്ട് തിക്നെസ് ആണ്. എന്നാൽ രണ്ട് ടോ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ തിയറട്ടിക്കൽ ത്രോട്ട് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ തിയറട്ടിക്കൽ ത്രോട്ട് തിക്നെസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ത്രോട്ട് തിക്നെസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരും, ഓപ്ഷൻ ബി. ലെഗ് ലെങ്തും വെൽഡ് സൈസും ഒന്ന് തന്നെയാണ്. സെഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. റൂട്ട് ഗ്യാപ്പ് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, ത്രോട്ട് തിക്നെസ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓപ്ഷൻ സി പറഞ്ഞവർക്കൊക്കെ ഓക്കെ ആണോ? ഇതിനി തെറ്റുമോ നമുക്ക്? യെസ്. അപ്പൊ എന്താണ് ഫില്ലറ്റ് വെൽഡ്? ഫില്ലറ്റ് വെൽഡിന്റെ സിമ്പിൾ എന്താണ്? ഫില്ലറ്റ് വെൽഡിനകത്തുള്ള ടേമുകൾ എന്താണ് ത്രോട്ട് തിക്നെസ്, എന്താണ് ലെഗ് ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ടോ? നമ്മളോട് ചിലപ്പോൾ ചോദിക്കും എന്താണ് ഈ ടോ എന്ന് പറഞ്ഞത്, അതും അതുപോലെ ചോദിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കിയേ. ഇന്ന ഫില്ലറ്റ് വെൽഡ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള, പല എക്സാമുകൾക്കായിട്ടൊക്കെ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇന്ന ഫില്ലറ്റ് വെൽഡ് ദ ടു ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ആർ, വേഗം പറഞ്ഞു. ഇന്ന ഫില്ലറ്റ് വെൽഡ് ദ ടു ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ആർ. യെസ്, സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ലെഗ് ലെങ്തും ത്രോട്ട് തിക്നെസ്. നമുക്ക് ആകെ കൂടി നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കേണ്ടതാണ് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെൽഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ്സ്, ഏതൊക്കെ ടൈപ്പ് ജോയിന്റ് ഉണ്ട് അതിന്റെ റെപ്രസെന്റേഷൻ. നമ്മളിപ്പോ ഇത്തരത്തിൽ ജോയിന്റ്സിൽ വെൽഡ് സിമ്പിൾ, വെൽഡിംഗ് സിമ്പിൾ, വെൽഡ് സിമ്പിൾ, ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ? സോ ഇത്തരത്തിൽ ബഡ് ജോയിന്റ്, അതുപോലെ തന്നെ ലാബ് ജോയിന്റ്, ടി ജോയിന്റ്, എഡ്ജ് ജോയിന്റ്, കോർണർ ജോയിന്റ്, ഇതാണ് പ്രധാനപ്പെട്ട ജോയിന്റുകൾ അല്ലെ? പ്രധാനപ്പെട്ട വെൽഡഡ് ജോയിന്റുകൾ ഈ പറയുന്ന 5 ജോയിന്റുകളാണ്. ഇതൊക്കെയാണ് ടി ജോയിന്റ് അല്ലെങ്കിൽ ബഡ് ജോയിന്റ്, ലാബ് ജോയിന്റ്, ടി ജോയിന്റ്, കോർണർ ജോയിന്റ്, അതുപോലെ തന്നെ എഡ്ജ് ജോയിന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ജോയിന്റുകൾ വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഫില്ലറ്റ് വെൽഡുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ലെഗ് ലെങ്തും ത്രോട്ട് തിക്നെസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെഗ് ലെങ്ത് എന്താണെന്നും ത്രോട്ട് തിക്നെസ് എന്താണെന്നും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസൈൻ കൺസിഡറേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് ലെങ്ത് ആണ്. ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ത്രോട്ട് തിക്നെസ് അനുസരിച്ച് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കി. The weld symbol is on both sides of the reference line. It means dash. Weld symbol is on both sides of the reference line. It means dash. Weld is made on both sides of the joint. Weld is made on the upper side of the joint. Weld is made on the opposite side of the joint. None of those. Yes. സംശയമൊന്നുമില്ല, ക്ലിയർ ആണെന്ന് കരുതുന്നു. വെൽഡ് സിമ്പിൾ ഈസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റെഫറൻസ് ലൈൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ടി ജോയിന്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ നമ്മുടെ ഫില്ലറ്റ്, ഇവിടെ ഫില്ലറ്റ്. അപ്പൊ ഞാനിവിടെ ഒരു സിമ്പിൾ കൊടുക്കുകയാണ്, നമ്മുടെ ആരോ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈന്, ടെയില് പോർഷൻ ആക്കി. അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്തു.
ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കട്ടെ. സോ ദാറ്റ് മീൻസ് അവിടെ എന്താണ് തരത്തിലുള്ള ഫില്ലറ്റ് വെൽഡ് അപ്പുറവും ഇപ്പുറവും ഉണ്ട് അല്ലെ, സിമെട്രിക് ആയിട്ടുണ്ട്. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ബോത്ത് സൈഡ്സ്, യെസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ചിത്രം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാം പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഈ ചിത്രത്തിൽ കാണുന്ന സംഗതിയാണ് വെൽഡിംഗ് സിമ്പൽ എന്ന് പറയുന്നത്. സോ രണ്ട് സംഗതി, അതായത് വെൽഡ് സിമ്പൽ എന്ന് പറയുന്നത്, വെൽഡ് സിമ്പൽ എന്ന് പറയുന്നതും വെൽഡിംഗ് സിമ്പൽ എന്ന് പറയുന്നതും രണ്ടാ. ഓക്കെ, ഈ വെൽഡ് സിമ്പൽ എവിടെ വരുന്നുണ്ടാവും? ഈ വെൽഡിംഗ് സിമ്പലിനകത്ത്. അതായത് ഈ വെൽഡിംഗ് സിമ്പൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ചിത്രം എന്ന് പറയുന്നത്, ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വെൽഡിംഗ് സിമ്പലാണ്. വെൽഡിംഗ് സിമ്പലാണ്, അതൊരു വെൽഡ് സിമ്പൽ അല്ല. നമ്മൾ നേരത്തെ കണ്ടു ഫില്ലറ്റ് വെൽഡ് സിമ്പൽ റെക്ടാങ്കിൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെൽഡ് സിമ്പലുകൾ കുറെ പറഞ്ഞു അല്ലെ. സീം, നമ്മൾ ഇത്തരത്തിൽ സീം വെൽഡിന്റെ സിമ്പൽ കണ്ടു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് വെൽഡ് എന്നുള്ളതാണ് കാണിക്കുന്നത്, ഏത് ടൈപ്പ് വെൽഡ്. അപ്പൊ അത് ഫില്ലറ്റ് വെൽഡ് ആണോ, സീം വെൽഡ് ആണോ, സ്റ്റിച്ച് വെൽഡ് ആണോ, പ്ലഗ് വെൽഡ് ആണോ, അതൊക്കെ വെൽഡ് സിമ്പലാണ്. ആ വെൽഡ് സിമ്പൽ കൊണ്ട് മാത്രം നമുക്ക് അവിടെ നമ്മൾ എത്രത്തോളം സൈസിൽ നമ്മൾ വെൽഡ് ചെയ്യണം, അത് നമ്മൾ ഫീൽഡിലാണോ അതോ നമ്മൾ സൈറ്റിൽ പോയിട്ടാണോ, അല്ലെങ്കിൽ ഫീൽഡ് വെൽഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ചാണോ വെൽഡ് ചെയ്യുന്നത്, അതിന്റെ ഫിനിഷ് എത്രയാണ്, അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എത്രയാണ്, അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് ജസ്റ്റ് ഏത് ടൈപ്പ് ആണെന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ഈ വെൽഡ് സിമ്പൽ. വെൽഡ് സിമ്പലോട് കൂടി നമ്മൾക്ക് കൂടുതൽ ഡീറ്റെയിൽ തരുന്ന ഒരു സിമ്പലാണ് വെൽഡിംഗ് സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ വെൽഡിംഗ് സിമ്പൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വെൽഡിംഗ് സിമ്പലില് പ്രധാനമായിട്ടും നമുക്കൊരു ആരോ ഹെഡ് കാണാൻ സാധിക്കും. ഒരു ആരോ ഹെഡ്, ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് വെൽഡ് എന്നുണ്ടെങ്കിൽ ആ വെൽഡ് എവിടെയാണോ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആരോ കൊടുക്കുന്നുണ്ടാവും. സോ അതാണ് ആരോ ഹെഡ്. പിന്നെ ഒരു റെഫറൻസ് ലൈൻ ഉണ്ടാവും അല്ലെ. പിന്നെന്താണ്, ഇത്തരത്തിലുള്ള ഒരു റെഫറൻസ് ലൈൻ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് ലൈൻ ഉണ്ടാകും. പിറകിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ കാണുന്ന ഒരു ടെയിൽ പോർഷൻ കാണാൻ സാധിക്കും, ടെയിൽ പോർഷൻ. അപ്പൊ പ്രധാനമായിട്ടും ഇത്തരത്തിൽ നോക്കി ലൈനായിട്ട് വരുമ്പോൾ ഒരു ആരോ ഹെഡ്, ദെൻ റെഫറൻസ് ലൈന്, ഓക്കെ, പിന്നീട് നമ്മളുടെ ടെയിൽ പോർഷൻ. ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതാണ് ആരോ ഹെഡ്. പിന്നീട് ആരോ ഹെഡ് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ജോയിന്റിന്റെ അവിടെ ഒരു ഫ്ലാഗ് കാണാൻ സാധിക്കും, ഒരു കൊടി. ആ കൊടി എന്തിനു വേണ്ടിയിട്ടാ? ആ കൊടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്ലാഗ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫീൽഡിൽ പോയി വെൽഡ് ചെയ്യുകയാണ്, സൈറ്റിൽ പോയി വെൽഡ് ചെയ്യും. ഓക്കെ, എന്നാൽ ആ ഫ്ലാഗ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിനുള്ളിൽ വെച്ച് നമ്മൾ നമ്മളുടെ പീസ് വെൽഡ് ചെയ്യുന്നു. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം നമുക്കൊരു ഡ്രോയിങ് തരികയാണ്, ആ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ എവിടെ പോയി വെൽഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം അല്ലെ. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വെൽഡിന്റെ സൈസ് എന്താണ്, എന്ത് വെൽഡ് ചെയ്യണം, അതിന്റെ ഫിനിഷ് എത്രയാണ്, അത് ഏത് മെത്തേഡ് വഴി ചെയ്യണം, ടിഗ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, അങ്ങനെ കുറെ വെൽഡിങ് ഉണ്ട്. അത് ഏത് ടൈപ്പ് വെച്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. നമുക്കൊരു ജോയിന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണ്ടേ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിന്റെ സൈസ് എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ്, ഡിസൈൻ കൺസിഡറേഷൻ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആണ് ബേസിക്കലി വെൽഡിംഗ് സിമ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് നോക്കിയേ, അവിടെ കൊടി കണ്ടു, പിന്നീട് നമുക്ക് താഴെ ഒരു ഇത്തരത്തിലുള്ള ഒരു റൗണ്ട് പോർഷൻ, അത് ഓൾ റൗണ്ട് വെൽഡ് ആണ്. അതായത് പൂർണ്ണമായിട്ടും, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു എന്താ ഒരു സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിനെ ചുറ്റും നമുക്ക് വെൽഡ് ചെയ്യാം, ഓൾ അറൗണ്ട് വെൽഡ്. സോ ഓൾ അറൗണ്ട് വെൽഡ് ആണോ. പിന്നീട് നോക്കി ഇവിടെ പി ഉണ്ട്, പിച്ച്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് വെൽഡ് ചെയ്തു, പിന്നെ ഗ്യാപ്പ് ഇട്ടു, പിന്നെ വീണ്ടും വെൽഡ് ചെയ്തു, പിന്നെ ഗ്യാപ്പ് ഇട്ടു, പിന്നെ വീണ്ടും. അപ്പൊ ഈ പറഞ്ഞ രണ്ട് വെൽഡ് അൺവെൽഡഡ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണ്, അൺവെൽഡഡ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണ്, അതാണ് പിച്ച്. പിന്നെ ലെങ്ത്, എത്രത്തോളം ലെങ്തിൽ വെൽഡ് ചെയ്തു, ലെങ്ത് ഓഫ് വെൽഡ് എത്രയാണ്. പിന്നെ നമ്മൾ ഏത് സൈഡിലാണ് വെൽഡ് ചെയ്തത്, ഇത്തരത്തിൽ ആരോ സൈഡ് ഉണ്ട്, അതർ സൈഡ് ഉണ്ട്, ആരോ സൈഡ് ഉണ്ട്, അതർ സൈഡ് ഉണ്ട്. ആരോ സൈഡിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോയിന്റ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. സോ നമ്മുടെ ജോയിന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ വെൽഡ് ഇല്ല, ഇവിടെ മാത്രമേ നമ്മൾ വെൽഡ് ചെയ്തുള്ളൂ, ഇവിടെ മാത്രമേ വെൽഡ് ചെയ്തു. ദാറ്റ് ഈസ് ആരോ സൈഡ്. ആരോ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ആ ഒരു ജോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി അതർ സൈഡ് ആണ്, അപ്പർ സൈഡ് ആണ്, നമ്മൾ ആരോ ഹെഡ് ഇവിടെ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെൽഡ് ജോയിന്റ് ചെയ്യുന്നത് ഈ സൈഡിലാണ്, പക്ഷെ നമ്മൾ ആരോ ഹെഡ് ഇവിടെയാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും റെപ്രസെന്റേഷൻ, അതർ സൈഡ്. ഇപ്പൊ ആരോ സൈഡ്, അതർ സൈഡ്, എവിടെയാണ്, ഏത് സൈഡിലാണ് റെപ്രസെന്റേഷൻ എന്നുള്ളത് അറിയാൻ വേണ്ടി. പിന്നെ കോണ്ടൂർ സിമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ്, ഇത്തരത്തിൽ കോൺവെക്സ്, കോൺകേവ് ഒക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ. ഇപ്പം വിയുടെ മുകളിൽ ഇങ്ങനെ കണ്ടിരുന്നില്ലേ. സോ ഈ ഒരു സംഗതിയാണ് ഈ പറയുന്ന കോണ്ടൂർ സിമ്പിൾ. കോണ്ടൂർ അത് കോൺവെക്സ് ആണോ, അതോ കോൺകേവ് ആണോ, അതോ ഫ്ലാറ്റ് ആണോ. സോ ഇവിടെ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പൊക്കോളും. 3 സിമ്പിളുകളാണ് അവിടെ ഉള്ളത്.
പിന്നെ ഫിനിഷ് സിമ്പിൾ ഏതൊക്കെ ഏത് ഫിനിഷിംഗ് ആണ്, ഏത് ഫിനിഷ് ആണ് നമ്മൾ കൊടുത്തത്? ഇത്തരത്തിൽ ട്രയാങ്കിൾ ഒക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഫിനിഷ് സിമ്പിൾ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഏത് ഫിനിഷിൽ നമ്മൾ അത് ഫിനിഷ് ചെയ്യണം. ദെൻ സൈസ് എത്രയാണ്? ദെൻ ബാക്കിൽ വരുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏത് വെൽഡ്, ഫോർ എക്സാമ്പിൾ ടിഗ് വെൽഡിംഗ് നമ്മൾ വെച്ച് ചെയ്തു, അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് വെച്ച് ചെയ്തു, അതിന്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് സ്പെസിഫിക്കേഷൻ പ്രോസസ് ഏത് യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് വെൽഡിംഗ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വെൽഡിംഗ് സിമ്പിൾ, എന്താണ് വെൽഡ് സിമ്പിൾ എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഒന്ന് റിഫ്രഷ് ആയില്ലേ? ഒരു വെൽഡിംഗ് സിമ്പിൾ എന്തൊക്കെയുണ്ട്? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? ഓക്കെ ആണ്, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോ എന്താണ് ഇപ്പൊ ചോദ്യം? എന്തായിരുന്നു ഇവിടെ ചോദ്യം? സോ വെൽഡ് സിമ്പിൾ ഈസ് ബോത്ത് സൈഡ്. യഥാർത്ഥത്തിൽ വെൽഡ് സിമ്പിൾ രണ്ട് സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ, സിമെട്രിക് ആയിട്ടുണ്ടെങ്കിൽ അത് ആരോ സൈഡിലും അതർ സൈഡിലും എന്താണ് വെൽഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ദ വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ജോയിന്റ്. സിമെട്രിക് ആണ്. സിമെട്രിക് എന്നുള്ള വേർഡ് വന്നാലും മനസ്സിലാക്കുക കേട്ടോ, സിമെട്രിക്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡാഷ്. ടെയിൽ, ഈ ഒരു പോർഷൻ എന്തായിരുന്നു? ഈ ഒരു പോർഷൻ എന്തായിരുന്നു? ടെയിൽ. സോ ദ ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡാഷ്. യെസ് 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 യെസ്, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? ദ ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് വെൽഡ്, ഓപ്ഷൻ ബി പ്രോസസ് ഇൻഫർമേഷൻ, ഓപ്ഷൻ സി സൈസ് ഓഫ് വെൽഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ്. യെസ്, റൈറ്റ് ആൻസർ ആണ് പ്രോസസ് ഇൻഫർമേഷൻ ആണ്. ഏത് വെൽഡ്, ഏത് മെത്തേഡ് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഈ ടെയിൽ പോർഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലായ്പ്പോഴും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പ്രോസസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇത് മറ്റൊരു ചിത്രമാണ്, ഒരു സിമ്പിളിന്റെ വെൽഡിംഗ് സിമ്പിളിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെ, ഇത്തരത്തിൽ റെഫറൻസസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ടെയിൽ മേ ബി ഒമിറ്റഡ് വെൻ ദ റെഫറൻസ് ഈസ് നോട്ട് യൂസ്ഡ്. റെഫറൻസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം, കളയാം, അതിന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെക്കാവുന്ന സംഗതിയാണ്. മറ്റു ചോദ്യം. ഓക്കെ, ദ സപ്ലിമെന്ററി സിംബൽസ് ഓൺ എലമെന്ററി സിംബൽ ഇൻഡിക്കേറ്റ് ദ റിക്വയർഡ് ഡാഷ്. സപ്ലിമെന്ററി സിംബൽസ് ഓൺ എലമെന്ററി സിംബൽ. Supplementary symbols on elementary symbols indicate the required dash. സിമ്പിളിനകത്ത് എലമെന്ററി സിമ്പിൾ, സപ്ലിമെന്ററി സിമ്പിൾ അല്ലെ? ഈ സപ്ലിമെന്ററി സിമ്പിൾ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ എലമെന്ററി സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫില്ലറ്റ് വെൽഡിന്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു എന്നിരിക്കട്ടെ, ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫില്ലറ്റ് വെൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അതല്ല, ഫില്ലറ്റ് വെൽഡില് നമ്മൾ അതിന്റെ പുറത്ത് ഇങ്ങനെ കൊടുത്തിരിക്കട്ടെ, കോൺകേവ് ആയിട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് ഫില്ലറ്റ് വെൽഡ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെയാണ്. അതല്ല, ഫില്ലറ്റ് വെൽഡിന്റെ പുറത്ത് നമ്മൾ പാരൽ കൊടുത്തു. ദാറ്റ് മീൻസ് ഫില്ലറ്റ് വെൽഡ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോ എലമെന്ററി സിമ്പിളിന്റെ കൂടെ തന്നെ സപ്ലിമെന്ററി സിമ്പിൾ കൊടുക്കുന്നുണ്ടാവും. സപ്ലിമെന്ററി അല്ലെ, കൂടെ തന്നെ കൊടുക്കുന്ന ഫ്ലാറ്റ്, കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ്, കോൺകേവ്, ഈ 3 ഐറ്റമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ സപ്ലിമെന്ററി സിമ്പിൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ഒരു എലമെന്ററി സിമ്പിളിനകത്ത് സപ്ലിമെന്ററി സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്ലിമെന്ററി സിമ്പിൾസ് ഓൺ എലമെന്ററി സിമ്പിൾസ് ഇൻഡിക്കേറ്റ് ദ റിക്വയർഡ് ഓപ്ഷൻ എ സൈസ് ഓഫ് ദ വെൽഡ് സർഫസ്, ടൈപ്പ് ഓഫ് വെൽഡ് സർഫസ്, ലെങ്ത് ഓഫ് വെൽഡ് സർഫസ്, പിച്ച് ഓഫ് വെൽഡ് സർഫസ്. എന്താ സംഭവം? സംഗതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇപ്പൊ ഉത്തരം വരിക? ഇത്തരത്തിൽ കോൺകേവ്, കോൺവെക്സ്, ഫ്ലാറ്റ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിമ്പലുകളെയാണ് സപ്ലിമെന്ററി സിമ്പൽ എന്ന് വിളിക്കുന്നത്. കാര്യം സിമ്പൽ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. യെസ്, സിമ്പൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സിലബസിൽ ആകെ കൂടി കൊടുത്തിട്ടുള്ളത് വെൽഡ് സിമ്പല്, വെൽഡിംഗ് സിമ്പിൾസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ വെൽഡിന്റെ മുകളിൽ സപ്ലിമെന്ററി സിമ്പിൾസ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അതിന്റെ സർഫസ് ഏത് ടൈപ്പാണ്, ഫ്ലാറ്റ് ആണോ, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട്. ഇവിടെ നോക്കി, ഷേപ്പ് ഓഫ് വെൽഡ് സർഫസ് ഫ്ലാറ്റ്, യൂഷ്വലി ഫിനിഷ്ഡ് ഫ്ലഷ് ലൈക്ക്
ഒരു സ്ട്രെയിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. കോൺവെക്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. കോൺകേവ് ഇങ്ങനെ താഴെയായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ പോലെ റെപ്രസെന്റ് ചെയ്യും. സപ്ലിമെന്ററി സിംബൽസ് ദ ഷേപ്പ് ഓഫ് എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ വെൽഡ് കാണിക്കുന്നു. Supplementary symbols on elementary symbols indicate the type of weld surface required. ഓക്കെയാണോ? അപ്പൊ വെൽഡ് സിമ്പൽ എന്താണ്, വെൽഡിംഗ് സിമ്പൽ എന്താണ്, സപ്ലിമെന്ററി സിമ്പൽ എന്താണ്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The dimension given on right side of weld symbol represent. The dimension, sorry, weld അല്ല, welding symbol. Okay, welding symbol ആണ്. Welding symbol. The dimension given on the right, sorry, correct ആണ്, weld symbol തന്നെയാണ് കേട്ടോ. The dimension given on the right side of weld symbol. നമ്മൾ ഈ പറയുന്ന വെൽഡിംഗ് സിമ്പലില് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഒരു സിമ്പൽ കൊടുത്തുന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ വെൽഡ് സിമ്പൽ. ഈ ചിത്രത്തിൽ കാണുന്ന ട്രയാങ്കിൾ ആണ് വെൽഡ് സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെൽഡ് സിമ്പലിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് ഈ പോർഷനിൽ കൊടുക്കുന്ന ഡയമെൻഷൻ ഏതാണ്? റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കുന്ന ഡയമെൻഷൻ ഏതാണ്? സൈസ് ഓഫ് വെൽഡ് ആണോ, ലെങ്ത് ഓഫ് വെൽഡ് ആണോ, ടൈപ്പ് ഓഫ് വെൽഡ് ആണോ, മെറ്റീരിയൽ തിക്നെസ് ആണോ? നമ്മൾ നേരത്തെ കണ്ട വെൽഡിംഗ് സിമ്പലിന്റെ വെൽഡിംഗ് സിമ്പലിന്റെ ബേസിക് ചിത്രം നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഇവിടെ നമ്മളൊരു ഫ്ലാഗ് കണ്ടു, ഇവിടെ നമ്മൾ വെൽഡ് റൗണ്ട് കണ്ടു, അതിനുശേഷം പിച്ച് കണ്ടു, ലെങ്ത് കണ്ടു, പിന്നെ നമ്മളുടെ സിമ്പൽ കണ്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ വെൽഡ് സൈസ് ഓഫ് ദ വെൽഡ് ഇവിടെ കണ്ടു. പിന്നെ നേരത്തെ പറഞ്ഞ സപ്ലിമെന്ററി സിമ്പൽ ഇവിടെ ഉണ്ടാകും, ഫിനിഷ് ഇവിടെ ഉണ്ടാകും, അങ്ങനെയുള്ള ഡീറ്റെയിലുകൾ. പിന്നെ നമ്മളുടെ ടെയിൽ പോർഷൻ ഉണ്ടാകും. അപ്പൊ ഇവിടെ നമ്മളുടെ വെൽഡ് സിമ്പലിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ ഈസ് ലെങ്ത് ഓഫ് ദ വെൽഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി, ലെങ്ത് ഓഫ് ദ വെൽഡ്. പുറകിലായിട്ട് സൈസ് അല്ലെ, മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ കോണ്ടൂർ സിമ്പൽ, ഫിനിഷ് സിമ്പലൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതെന്താന്നൊക്കെയുള്ള ഒരു ഐഡിയ, ബേസിക് ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യം, എ സർക്കിൾ at the junction of arrow and reference line indicates dash. മറ്റൊരു ചോദ്യം, a circle at the junction of the arrow and reference line indicates. Yes, സംശയമൊന്നുമില്ല, വെൽഡ് ഓൾ അറൗണ്ട്. ഓക്കെ ആണേ, വെൽഡ് ഓൾ അറൗണ്ട്. സോ വെൽഡിൽ നിന്നുള്ള 2 ചോദ്യം വരും. 2 ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടണം, അത് വിട്ട് കളയേ ചെയ്യരുത്. സോ എ സർക്കിൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ആരോ ആൻഡ് റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ എ, വെൽഡ് അറൗണ്ട്. സംശയമൊന്നുമില്ല, വെൽഡ് ഓൾ അറൗണ്ട്, വെൽഡ് ഓൾ അറൗണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഇൻ എ വെൽഡിംഗ് സിമ്പൽ, if the weld symbol is placed below the reference line. In a welding symbol, the weld symbol is placed below the reference line, indicates the weld on the dash. Other side, arrow side, both side, no weld required. Yes. Yes. Clear എല്ലാവർക്കും അല്ലേ? ഓക്കെ ആണല്ലോ, ഗുഡ്. അപ്പൊ അതെന്താ ഉത്തരം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ആരോ സൈഡ്. ആരോ സൈഡ്. അപ്പൊ ആരോ സൈഡിലാണെന്നുണ്ടെങ്കിൽ താഴെ റെപ്രസെന്റേഷൻ, അതായത് ഈ പറയുന്ന വെൽഡ് ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിൽ താഴെ റെഫറൻസ് ലൈന് താഴെ റെപ്രസെന്റ് ചെയ്യും. ഇനി അതല്ല, നമ്മളുടെ വെൽഡ് റൈറ്റ് സൈഡിലാണ് പക്ഷെ ആരോ ഹെഡ് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, ദാറ്റ് ഈസ് മുകളിലാണ് റെപ്രസെന്റേഷൻ. അത് അതായത് അതർ സൈഡിലാണ് വെൽഡ് ഇരിക്കുന്നുണ്ടാവുക, നമ്മുടെ ആരോ ഹെഡ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. സോ അതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ. റെഫറൻസ് ലൈൻ എന്താണ്, ആരോ ലൈൻ എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിനകത്ത് ആരോ ഹെഡ് ഇവിടെ നിൽക്കുന്നു, നമ്മളുടെ വെൽഡ് ഓപ്പോസിറ്റ് സൈഡാണ് അല്ലെങ്കിൽ അതർ സൈഡിലാണ് വെൽഡ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ റെഫറൻസ് ലൈൻ മുകളിലായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ ആരോ സൈഡിൽ തന്നെയാണ് വെൽഡ് ഉള്ളത്, അതുകൊണ്ട് താഴെ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ 2 സൈഡിലും വെൽഡ് ഉണ്ട്, സിമ്മട്രിക് ആയിട്ട് വെൽഡ് ഉണ്ട്. അതായത് നമ്മളുടെ റെഫറൻസ് ലൈന് സിമ്മട്രിക് ആയിട്ട് നമ്മളൊരു റെപ്രസെന്റേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ 2 സൈഡിലും കൊടുക്കുന്നു. ബോത്ത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 ഭാഗത്തും വെൽഡ് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഒരു സംഗതി ഓക്കെ ആണെന്ന് കരുതുന്നു, വിട്ടുകളയരുത്. മറ്റൊരു ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ വെൽഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ്. വെൽഡ്, വെൽഡഡ് ജോയിന്റ്, വെൽഡിംഗ് സിമ്പൽ ക്ലിയർ ആയെന്ന് കരുതുന്നു.
മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് വരാം. സോ നമ്മുടെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. The term development of surface, the definition of development-മായി ബന്ധപ്പെട്ട് the term development of surface means, എന്താണ് ഈ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Projection of the surface on a vertical plane. Option B, representation of the surface in its true shape and size on a flat plane. Option C, folding of the surface into 3D shape. Option D, sectioning of the object. Sectioning of the object. Okay. അപ്പോൾ ഇവിടെ നോക്കി, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ബേസിക്കലി? അല്ലെ, നമുക്ക് ഈ പറയുന്ന 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? നൂത്ത് എടുക്കണം അല്ലെ. ഒരു ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലെയിനിലേക്ക് നമുക്ക് എത്തിക്കണം. പ്ലെയിനിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? അതിന്റെ ട്രൂ ഷേപ്പും കിട്ടണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ആ ഒരു ട്രൂ ഷേപ്പ് കിട്ടണം. അതായത് നമ്മളിപ്പോ അൺഫോൾഡിങ് ആണ് ശരിക്കും, അൺറോളിങ് ആൻഡ് അൺഫോൾഡിങ് ആണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ ഫോൾഡിങ് ആണോ ചെയ്യുക? മൻസൂറെ, അത് ഫോൾഡിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഫോൾഡിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഫ്ലാറ്റ് സർഫസിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ കുറെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഫോൾഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത സാധനം പിന്നീട് ചെയ്യുന്ന സാധനമാണ്. പിന്നീടാണ് ഫോൾഡിങ് ചെയ്താണ് നമ്മൾ ആ ഒരു 3D ഷേപ്പിലേക്ക് എത്തിക്കുന്നത്. അതിനെ നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള മെറ്റീരിയലിനെ നമുക്ക് ആ ഒരു ട്രൂ ഷേപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ പേപ്പറിലേക്ക് അല്ലെ, ഒരു പേപ്പറിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം, അതാണ് സംഗതി. അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. ക്ലിയർ അല്ലേ? മൻസൂറിന് ക്ലിയർ അല്ലേ? റെപ്രസെന്റേഷൻ ഓഫ് ദ സർഫസ് ഇൻ ഇറ്റ്സ് ട്രൂ ഷേപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രൂ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ടാകും. എങ്ങോട്ട് മാറ്റുന്നു, എങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഫ്ലാറ്റ് പ്ലെയിനിലേക്ക് 2 ഡയമെൻഷണൽ 2D പ്ലെയിനിലേക്ക് നമ്മൾ ഒരു ചിത്രം പോലെ മാറ്റുന്നു. അതാണ് സംഗതി. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് സർഫസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ഡെഫിനിഷൻ എന്താണ്? സോ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ് ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ്, ഫോൾഡിങ് അല്ല, അൺഫോൾഡിങ്, അൺറോളിങ്. എന്താണ്? ഒരു 3 ഡയമെൻഷനൽ ആയിട്ടുള്ള 3D ഒബ്ജക്റ്റിനെ നമ്മൾ അൺഫോൾഡ് ചെയ്യുന്നു, അൺറോൾ ചെയ്യുന്നു. അതിലൂടെ നമ്മൾ എന്താണ്? ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക്, ആ ഒരു പ്ലെയിനിലേക്ക് അതിനെ മാറ്റുക ചെയ്യുക. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ട്രൂ ഷേപ്പും സൈസും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം നോക്കി, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ. ഈ പറഞ്ഞ ഡെവലപ്മെന്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് ആപ്ലിക്കേഷൻ? എന്താണ് ഡെവലപ്മെന്റിന്റെ ആപ്ലിക്കേഷൻ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഈസ് മോസ്റ്റ് കോമൺ. ഈ പറഞ്ഞ ഡെവലപ്മെന്റ് നമ്മൾ എവിടെ ചെയ്യാം? സാധാരണ നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്ക് ഉണ്ടല്ലോ, അപ്പം വലിയ വലിയ ഇൻഡസ്ട്രീസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഡസ്ട്രീസിലൊക്കെ വലിയ വലിയ ഹോപ്പറുകൾ ഉണ്ടാകും, സൈലോസ് ഉണ്ടാകും, നമ്മൾ ഈ പറയുന്ന വലിയ വലിയ ടാങ്കുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഹോപ്പറുകൾ ഉണ്ടാകും, AC ഡക്റ്റുകൾ ഉണ്ടാവാറുണ്ട്, ഇത്തരത്തിലുള്ള ചിമ്മിനീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് ഈ പറയുന്ന ഡെവലപ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ. അപ്പം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് മെറ്റൽ വർക്ക്, പൈപ്പ് ഫാബ്രിക്കേഷൻ, ഡക്റ്റ് മേക്കിംഗ്. ഓക്കെ ആണേ. സോ ഷീറ്റ് മെറ്റൽ വർക്ക്, പൈപ്പ് ഫാബ്രിക്കേഷൻ, ഡക്റ്റ് മേക്കിങ്ങിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് സർഫസിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവുക. കാര്യം കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, കൃത്യമായിട്ടുള്ള ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, വേസ്റ്റേജ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത്തരത്തിൽ മണി, ടൈം, മെറ്റീരിയൽ അങ്ങനെയുള്ള വേസ്റ്റേജ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളെ സഹായിക്കാറുണ്ട് റീവർക്ക് ഒക്കെ ഒഴിവാക്കാൻ. സോ ഷീറ്റ് മെറ്റൽ വർക്ക്, പൈപ്പ് ഫാബ്രിക്കേഷൻ, ഡക്റ്റ് മേക്കിംഗ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ MS-ന്റെ ഒക്കെ പൈപ്പ്, വലിയ ചെറിയ പൈപ്പ് ഒന്നുമില്ല, വളരെ വലിയ പൈപ്പുകൾ MS-ന്റെ MS പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. MS പ്ലേറ്റ് ബെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു പൈപ്പിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. കൃത്യമായിട്ട് എത്രത്തോളം പൈപ്പ് വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രാൻസിഷൻ പീസ് വരികയാണ്, ഇങ്ങനെ ഒരു പീസ് വരികയാണ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എത്രത്തോളമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെ, എത്രത്തോളം നമുക്ക് അവിടെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീസിലേക്ക് വരണമെങ്കിൽ എത്രത്തോളം മെറ്റീരിയൽ അവിടെ വേണം, എങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യണം. സോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ. സോ അതാണ് നമ്മൾ അത് ക്ലിയർ ആക്കുന്നത് കേട്ടോ. ഓക്കെ, മറ്റു ചോദ്യം, ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് the surface of solid bounded by
പ്ലെയിൻസ് ലൈക്ക് പ്രിസംസ് ഈസ് കോൾഡ്. ഇപ്പം പ്രിസം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സ്ക്വയർ പ്രിസം ആണ് കൺസിഡർ ചെയ്യാം. സ്ക്വയർ പ്രിസം, ഓക്കെ, ഹിഡൻ ആയിട്ടുള്ള ലൈൻസ് പുറകിലുണ്ട്. സ്ക്വയർ പ്രിസം, യെസ്, സ്ക്വയർ പ്രിസം. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ സൈഡ് എ സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു സ്ക്വയറിനെ നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പം സ്ക്വയർ പ്രിസം എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ട്യൂബ് ആണെന്നിരിക്കട്ടെ, മുകളിൽ മെറ്റീരിയൽ ഒന്നുമില്ല, നമുക്ക് 4 ലാറ്ററൽ സർഫസ് മാത്രമേ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യാം സപ്പോസ്, എളുപ്പത്തിന് വേണ്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളത് എന്താണ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മുറിക്കണം അല്ലെ. സോ അത് ഞാൻ മുറിക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുക, സീം എന്നാ വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 1 2 3 4 എന്ന് കൺസിഡർ ചെയ്യാം. 1 2 3 4 എന്ന് കൺസിഡർ ചെയ്തു. ഞാൻ ഇവിടെ 1-ൽ വെച്ചിട്ടാണ് മുറിക്കുന്നതിരിക്കട്ടെ. 1-ൽ വെച്ച് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നൂത്തെടുക്കുകയാണ്. നൂത്തെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഓക്കെ, നൂത്തെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ദാറ്റ് ഈസ് ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കി ഇത്തരത്തിൽ നൂത്തെടുക്കുന്ന സമയത്ത് ഇവിടെ 1, പിന്നീട് എന്താ വരിക, 2 വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 വരുന്നുണ്ടാവും. അടുത്ത ബെൻഡ് ഇവിടെ വരിക, അടുത്ത ഫോൾഡ് ഇവിടെ വരിക, ഇവിടെ 3 വരുന്നുണ്ടാകും. അടുത്തത് വരുന്നുണ്ടാവും 4 വരുന്നുണ്ടാകും. അടുത്തത് വീണ്ടും 1 വരുന്നുണ്ടാവും അല്ലെ, 1. അപ്പൊ ഇങ്ങനെ എ എന്ന് പറയുന്ന സ്പേസ്, എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നമുക്ക് 1 2 3 4 റെക്ടാങ്കുലർ പീസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 4 റെക്ടാങ്കുലർ പീസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ ഈ പറയുന്ന ഫോൾഡ് ചെയ്യുന്ന പോർഷനിലേക്ക് വെച്ച് നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ഇത്തരത്തിലുള്ള സ്ക്വയർ പ്രിസം കിട്ടും. സ്ക്വയർ പ്രിസം, ഓക്കെ ആണ്, ക്ലിയർ ആണ്. അപ്പൊ ഈ സ്ക്വയർ പ്രിസം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? മെത്തേഡ് ശ്രദ്ധിച്ചോളൂ, ഓപ്ഷൻ ബി, പാരലൽ ലൈൻ മെത്തേഡ്. പാരലൽ ലൈൻ മെത്തേഡ്. ഇവിടെ ഇത്തരത്തിലുള്ള പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന മെത്തേഡാണ് പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ഷൻസ് താഴേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് വരയ്ക്കുന്നുണ്ടാവും. ഓക്കെ, സോ പാരലൽ ലൈൻ മെത്തേഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകളൂ, ഇത്രയേ ഉള്ളൂ. പ്രിസംസും അതുപോലെ തന്നെ സിലിണ്ടേഴ്സ്, പ്രിസംസും അതുപോലെ തന്നെ സിലിണ്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നത് പാരലൽ ലൈൻ മെത്തേഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓപ്ഷൻ സി ഒക്കെ പറയുന്നത് കിട്ടിരുന്നു. ഓക്കെ ആണോ? പ്രിസംസ്, ദെൻ അതുപോലെ തന്നെ സിലിണ്ടർ. പ്രിസം സിലിണ്ടറും ഏത് മെത്തേഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനോയ് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ്, നോട്ട് ചെയ്തോളൂ, ദാറ്റ് ഈസ് പാരലൽ ലൈൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് ഇതിപ്പോ ഒരു ക്യൂബ് അല്ലെ, ഇത് മുകളിലും ഉണ്ട് താഴെ ഉണ്ട്. അതാണ് ഈ മുകളിലേക്കും താഴേക്കും കാണുന്നത്. സോ ഇത് മുകളിൽ, സോ ഇത് താഴെ നിരിക്കട്ടെ, അതാണ് കുറച്ച് മുകളിലേക്കും താഴേക്കും കാണുന്നുണ്ടാവുക. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിസംസ് അതുപോലെ തന്നെ സിംഗിൾ കർവ്ഡ് സർഫസ് ലൈക്ക് സിലിണ്ടർ, സിംഗിൾ കർവ്ഡ് സർഫസസ് ലൈക്ക് സിലിണ്ടർ. സിലിണ്ടറും പ്രിസവും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുകളയരുത്, പാരലൽ ലൈൻ മെത്തേഡ്. അതേ ചോദിക്കത്തുള്ളൂ, നമുക്ക് മറ്റൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, സോ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലേ. സോ ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ, അഗൈൻ ഒരു സ്ക്വയർ പ്രിസമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിലിണ്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ഓക്കെ ആണേ, ക്ലിയർ ആണേ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഓഫ് ഒബ്ജക്ട് ഹാവിംഗ് ഡബിൾ കർവേച്ചർ ലൈക്ക് ട്രാൻസിഷൻ പീസസ് ഈസ് ഡൺ ബൈ. ട്രാൻസിഷൻ പീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സർക്കിളിൽ നിന്നും എന്താണ് ഇങ്ങനെയുള്ള മറ്റൊരു ഷേപ്പിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ. സർക്കിളിൽ നിന്ന് മറ്റൊരു ഷേപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ താഴെ സ്ക്വയർ, മുകളിലേക്ക് വരുമ്പോൾ സർക്കിൾ. അപ്പൊ എന്താണ് ഇങ്ങനെ ഉണ്ടാവില്ല റെപ്രസെന്റേഷൻ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. താഴെ സ്ക്വയർ, മുകളിൽ സർക്കിൾ, ആ രീതിയിലുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പോ അങ്ങനെയുള്ള പീസുകളിലൊക്കെ, അതായത് ഡബിൾ കർവേച്ചർ ലൈക്ക് ട്രാൻസിഷൻ പീസുകൾ, ട്രാൻസിഷൻ ആണ്. അതായത് എന്താണ്, സർക്കുലാർ പൈപ്പ് ആയിരുന്നു. സർക്കുലാർ പൈപ്പ് പിന്നീട് എന്തായിട്ട് മാറുന്നു, ഒരു സ്ക്വയർ ഡക്റ്റ് ആയിട്ട് മാറുക ചെയ്യുക. സ്ക്വയർ ഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അല്ലെ. സർക്കിൾ ടു സ്ക്വയർ, സർക്കിൾ ടു സ്ക്വയർ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഡബിൾ കർവേച്ചർ, അല്ലെങ്കിൽ ഒരു സിംഗിൾ കർവ് അല്ല, പല രീതിയിലുള്ള കർവുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു ഡബിൾ കർവേച്ചർ ഷേപ്പുകളിൽ പൊതുവെ നമ്മൾ എന്ത് വെച്ചാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടാവുക. സോ അതിനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറേയധികം ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടെട്രാഹിഡ്രൺ നമുക്കറിയാം,
ട്രയാങ്കുലർ ഫേസ് ആണ് ഉണ്ടാവുക. സോ ടെട്രാഹിഡ്രൻ ഒക്കെ ഇത്തരത്തിലുള്ള ട്രയാങ്കുലേഷൻ മെത്തേഡ് വഴിയായിരിക്കും ചെയ്യുന്നത്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ, ട്രയാങ്കുലേഷൻ മെത്തേഡ്. യെസ്, പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ PSC MCQ എക്സാമിന് പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. ട്രാൻസിഷൻ പീസസ് ടെട്രാഹിഡ്രൻ എങ്ങനെ ഡെവലപ്മെന്റ് എടുക്കുന്നു, എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ദിസ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ട്രാൻസിഷൻ പീസസ്. അപ്പൊ നമ്മളിവിടെ എന്താണ് ബേസിക്കലി നമ്മളുടെ ആ ഒരു സർഫസസ് കുറേയധികം ട്രയാങ്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടാവും. സോ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ പാരലൽ ലൈൻ മെത്തേഡ് എന്താണ്, ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The development of a cone is a dash, rectangle, sector of a circle, parabola, ellipse. Development of a cone is a dash. ഒരു കോൺ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഷേപ്പ് കിട്ടുക, എന്ത് ഷേപ്പ് കിട്ടും? റെക്ടാംഗിൾ, സെക്ടർ ഓഫ് എ സർക്കിൾ, പരാബോള, എലിപ്സ്. യെസ് യെസ്, സെക്ടർ ഓഫ് എ സർക്കിൾ, സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന കോണും പ്രിസവും പിരമിഡും ഏത് മെത്തേഡ് ആയിരിക്കും ഉണ്ടാവുക? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? റേഡിയൽ ലൈൻ മെത്തേഡ്, സംശയമൊന്നുമില്ലല്ലോ. റേഡിയൽ ലൈൻ മെത്തേഡ്, അതൊക്കെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടുന്നത്. കോണും പിരമിഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, കോണ് റേഡിയൽ ലൈൻ മെത്തേഡ്, റേഡിയൽ. ഇത്തരത്തിൽ നമ്മൾ എന്താണ്, സോ ഇതാണ് നമ്മുടെ കോണ്, കോൺ. ഇങ്ങനെയുള്ള കോൺ ഉണ്ടല്ലോ, കോൺ. ആ കോണ് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം അല്ലെ. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെന്റർ എടുത്തു, റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ഇതാണ് ലാറ്ററൽ സർഫസ്, നമ്മുടെ കോണിന്റെ ലാറ്ററൽ സർഫസ്, കോണിന്റെ ബേസിന്റെ റേഡിയസ് ആർ, സ്മോൾ ആർ. ലാറ്ററൽ സർഫസിന്റെ അല്ലെങ്കിൽ ജനറേറ്ററിനോ ലാറ്ററൽ സർഫസ് എന്നോ പറയാം. സോ അവിടെ നമുക്ക് ആർ, ക്യാപിറ്റൽ ആർ ആണ്. സോ ഈ ഒരു അപ്പെക്സ്, ഇതിനെ നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കുക. അപ്പെക്സ് മുതൽ നമ്മുടെ സർഫസ് ബേസ് വരെയുള്ള ആ ഒരു ലാറ്ററൽ ഹൈറ്റ്, ലാറ്ററൽ സർഫസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഇവിടെ O മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സോ നമ്മുടെ ആർ നമ്മൾ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളമാണ് അത് കട്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീറ്റ അല്ലെ, ഇൻക്ലൂഡ് ആംഗിൾ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനാണ് തീറ്റ ഈസ് ഈക്വൽ ടു നമ്മളുടെ ബേസ് റേഡിയസ് ഡിവൈഡ് ബൈ ലാറ്ററൽ ആയിട്ടുള്ള ആ ഒരു ഹൈറ്റ് 6 ഇൻറ്റു 360 ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് തീറ്റ കിട്ടും. ആ തീറ്റ വാല്യൂടെ മെയിൻറ്റെയിൻ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കിളിന്റെ ഒരു പോർഷൻ എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പോർഷനാണ് സെക്ടർ. ഓക്കെ, ഇതാണ് സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു സർക്കിളിന്റെ ഈ ഒരു പൂർണ്ണമായിട്ടൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു സർക്കിളിനകത്ത് ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സെക്ടർ ഓഫ് എ സർക്കിൾ ആണ് നമ്മൾ ഇത്തരത്തിൽ ഒരു കോൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ, ജിഷ്ണു പറഞ്ഞു. ജിഷ്ണുവിന് സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? സംശയം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അറിയാണ്ട് കൈ തട്ടിയതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. കോണ്, പിരമിഡ് എന്നിവ ഏത് മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം, ദാറ്റ് ഈസ് റേഡിയൽ ലൈൻ മെത്തേഡ്. ട്രാൻസിഷൻ പീസ് ടെട്രാഹിഡ്രൺ ഏതാണ്? ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ പ്രിസം അതുപോലെ തന്നെ സിലിണ്ടർ ഏതാണ്? പാരലൽ ലൈൻ മെത്തേഡ്. അത് ഇത്രയും കാര്യങ്ങൾ പക്കയായിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് വരാം. ഡെവലപ്മെന്റ് ഓഫ് ഒബ്ലിക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ബേസ്. ചരിഞ്ഞിരിക്കുന്ന ഒബ്ലിക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ബേസ് is drawn by parallel line method, radial line method using true length of generators, triangulation method, orthographic projection. Yes, സംശയമൊന്നും വേണ്ട, ട്രയാങ്കുലേഷൻ മെത്തേഡ് അതും കൂടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ട്രയാങ്കുലേഷൻ മെത്തേഡ് ടെട്രാഹിഡ്രൺ, അതുപോലെ തന്നെ എന്താണ് ട്രാൻസിഷൻ പീസസ്, അതുപോലെ തന്നെ എന്താണ് ഒബ്ലിക്
കോൺ വിത്ത് ആൻ എലിപ്റ്റിക്കൽ ബേസ്. അതും എന്ത് തന്നെയാണ്? ട്രയാങ്കുലേഷൻ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഫൈൻ. സോ അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ചോദ്യം നോക്കിയാൽ, ഡെവലപ്ഡ് ലെങ്ത് ഓഫ് എ ബേസ് സർക്കിൾ ഓഫ് എ കോൺ ഈക്വൽസ്. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഒരു കോൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബേസ് സർക്കിളിന്റെ ആ ഒരു ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. നമ്മൾ സെക്ടർ വരയ്ക്കുമ്പോൾ തീറ്റയാണ്. സോ ഈ ഒരു ലെങ്ത് എത്രയാണ് വരിക? ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഇവിടെ ഹൈറ്റ്. ഓക്കെ ഫൈൻ. ഇവിടെ എച്ച്. ഡെവലപ്പ് ലെങ്ത് ഓഫ് ബേസ് സർക്കിൾ ഓഫ് എ കോൺ ഈക്വൽ ടു എന്തായിരിക്കും വരിക? പൈ ഡി പൈ ആർ സ്ക്വയർ പൈ ആർ ഇൻറ്റു എൽ 2πh. സോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ കോണിന്റെ സർക്കിൾ, ബേസ് സർക്കിളിന്റെ എന്തായിരിക്കും വരിക? പെരിമീറ്റർ ആയിരിക്കും വരിക. സോ അവിടെ ഇവിടെ സ്മോൾ ആർ റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇവിടെ ടോട്ടൽ ഡയമീറ്റർ ഡി ആണെന്നിരിക്കുക. സോ ശ്രദ്ധിച്ചോളൂ സുജിത്തെ, ഇവിടെ എന്താണ് ചോദ്യം? ഡെവലപ്ഡ് ലെങ്ത് ഓഫ് ബേസ് സർക്കിൾ ആണ്. ബേസ് സർക്കിളിന്റെ ഡെവലപ്ഡ് ലെങ്ത് വരിക, ഒരു കോണിന്റെ ബേസ് സർക്കിൾ. സോ ഇത് താഴെ കാണുന്നതാണ് ബേസ് സർക്കിൾ. ഈ ബേസ് സർക്കിൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണല്ലോ ഈ ഒരു പോർഷനുള്ള ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ഇതല്ലേ ബേസ് സർക്കിൾ. ഈ ബേസ് സർക്കിളിന്റെ ലെങ്ത് എത്രയാണ് വരിക? ഈ പറയുന്ന സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ വരിക? പെരിമീറ്റർ അല്ലേ വരിക? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ഡി അല്ലെ? പൈ ഡി അല്ലെങ്കിൽ 2πr. 2πr ഓക്കെയാണോ? ഓക്കെയാണോ സുജിത്തെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2πr ഒന്നും ഇല്ല, ഓപ്ഷനിൽ കാണുന്നില്ല. അപ്പൊ പൈ ഡി ഉണ്ട്. സോ നമുക്ക് പൈ ഡി കൊടുക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിൽ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതല്ല ഫോർ എക്സാമ്പിൾ പ്രിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ലെങ്ത് കറസ്പോണ്ടിങ് സൈഡ്, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഹാവിങ് എ സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ, സ്ക്വയർ പ്രിസം ഹാവിങ് എ സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കറസ്പോണ്ടിങ് എ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ? സോ ഇത്തരത്തിൽ 4a അല്ലെ? അതായത് 4a ഉണ്ടാകും, 4a ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ അഗെയിൻ 2πr തന്നെ വരും. 2πr തന്നെ സിലിണ്ടർ ആണെങ്കിൽ അവിടെ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ 2πr തന്നെ വരും. അത് ഓർത്തിരുന്നാൽ മതി. ഇൻറ്റു എച്ച്, ഇവിടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ എച്ച് വരും കേട്ടോ. ഹൈറ്റ് ആണെങ്കിൽ എച്ച് വരും. മറ്റൊരു ചോദ്യം, റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് ഹാസ് ദ ഫോൾഡ് ലൈൻ കമ്മിങ് ഫ്രം എ പോയിന്റ് വിച്ച് ഇസ് നോൺ as. റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് ഹാസ് ദ ഫോൾഡ് ലൈൻസ് കമ്മിങ് ഫ്രം എ പോയിന്റ് വിച്ച് ഇസ് നോൺ as. ഒരു പോയിന്റിൽ നിന്നാണ് ആ റേഡിയൽ ലൈൻ ഒക്കെ വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി ആക്സിസ്, ഓപ്ഷൻ സി അപെക്സ്, ഓപ്ഷൻ ഡി ജനറേറ്റർ. നമ്മള് യെസ് അപ്പോൾ കറക്റ്റ് ആണ്. ജനറേറ്റർ ആണോ നോക്കി. അതായത് ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ റേഡിയൽ ലൈൻ മെത്തേഡിനകത്ത് നമ്മൾ അഗൈൻ കോൺ തന്നെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ നേരത്തെ കണ്ട കോൺ, ഇതാണ് നമ്മുടെ കോൺ. ഇതാണ് നമ്മുടെ കോൺ. കോണിന്റെ അപെക്സ് എന്ന് പറയുന്നതാണ് ഫോർ എക്സാമ്പിൾ ഓ. ഈ പറയുന്ന പോയിന്റിൽ നിന്നല്ലേ ഈ പറയുന്ന ജനറേറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ആർ എന്ന് പറയുന്നത് നമുക്ക് പറയാം ജനറേറ്റർ ആണ്. ജനറേറ്റർ ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ജനറേറ്റർ. ആ പോയിന്റിനെയാണ് നമ്മൾ അപെക്സ് എന്ന് പറയുന്നത്. അപെക്സ് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ. അപ്പൊ അതല്ല ഒരു എന്താണ് ഒരു പ്രിസം ലൈക്ക് ഒരു പിരമിഡ് അല്ലെ, ഇത്തരത്തിലുള്ള ഒരു സ്ക്വയർ പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. സോ അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടാവും. അതാണ് പിരമിഡ് എന്ന് പറയുമ്പോൾ അല്ലെ. സ്ക്വയർ പിരമിഡോ റെക്ടാംഗുലർ പിരമിഡോ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കർവേച്ചർ ആയിരിക്കത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഓക്കെ, സ്ട്രെയിറ്റ് റെപ്രസെന്റേഷൻ വരും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്തരത്തിൽ എന്താണ് ഒരു പോയിന്റിൽ നിന്നായിരിക്കും ആ റേഡിയൽ ലൈൻസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അപെക്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡി പറഞ്ഞ ആൾ ക്ലിയർ ആണോ? അപെക്സിൽ നിന്നല്ലേ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. ഏതായിരുന്നു? യെസ്, റേഡിയൽ ലൈൻ ഡെവലപ്സ് അല്ലെങ്കിൽ റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് ഹാസ് ദ ഫോൾഡ് ലൈൻ കമ്മിങ് ഫ്രം എ പോയിന്റ് which is known as apex. ക്ലിയർ ആണോ? ചോദ്യം വന്നാൽ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ ഇവിടെ നോക്കിയ റേഡിയൽ ലൈൻ ഡെവലപ്മെന്റിനകത്ത് പിരമിഡ് അതുപോലെ തന്നെ കോണ് അതിന്റെയൊക്കെ ആ ഒരു എന്താണ് അപെക്സ് സെന്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അപെക്സ് സെന്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും.
So radial line development has the fold line coming from a point which is known as apex. Okay, clear ആണെന്ന് കരുതുന്നു. മറ്റു ചോദ്യം. For solving problems of two prisms intersecting, usually dash method are used. For solving problems of two prisms intersect, അല്ലെ രണ്ട് പ്രിസം ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ ലൈൻ മെത്തേഡ്, ഓപ്ഷൻ ബി കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്, ഓപ്ഷൻ സി അപ്രോക്സിമേറ്റ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഓക്സിലറി. യെസ്, ശ്രദ്ധിച്ചോളൂ ബിനോയ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ രണ്ട് പ്രിസം ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രിസം ഒക്കെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ മെത്തേഡ് കൊടുക്കാം. പ്രിസം ആണെന്നുണ്ടെങ്കിൽ ലൈൻ മെത്തേഡ്. ഇനി അതല്ല, സിലിണ്ടറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകളാണ് ഇന്റർസെക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റർപെനട്രേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ലൈൻ മെത്തേഡ്, രണ്ട് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കിയതാൽ മതി. ലൈൻ മെത്തേഡും കട്ടിംഗ് പ്ലെയിൻ മെത്തേഡും നമുക്ക് നോക്കാം. ഇതാണ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ജനറേറ്റർ മെത്തേഡ് എന്ന് പറയുന്നുണ്ടാവുക. ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാരലൽ ലൈൻസുകൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ടാവും. അതാണ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡാണ്. സോ അതിലേക്ക് വരാം. സോ ഈ ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രിസംസും പിരമിഡും, പ്രിസംസ് ആൻഡ് പിരമിഡ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഇന്റർപെനട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രിസംസും പിരമിഡും ആണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, പ്രിസംസും പിരമിഡും ആണെന്നുണ്ടെങ്കിൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യും. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് അല്ല, ഡെവലപ്മെന്റ് ഓഫ് സർഫസിൽ പിരമിഡിനകത്ത് നമ്മൾ റേഡിയലാണ് കണ്ടത്, പ്രിസം നമ്മൾ പാരലൈൻ മെത്തേഡാണ് കണ്ടത്. എന്നാൽ ഇവിടെ ഇന്റർസെക്ഷൻ ഏരിയയിൽ വരുമ്പോൾ അവിടെ ഏത് മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ മെത്തേഡാണ് പ്രിസംസിനും പിരമിഡിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കാര്യം ഇത്തരത്തിലുള്ള ജനറേറ്റേഴ്സ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സർഫസുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ കർവ് വരയ്ക്കുന്നുണ്ടാവുക. കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കർവുകൾ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കും. ഓക്കെ, അപ്പൊ അവിടെ ലൈൻ മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നു? മറ്റു ചോദ്യം നോക്കിയത് ലൈൻ ഓർ കർവ് ഫോംഡ് വെൻ ടു സോളിഡ് പെനട്രേറ്റ് ഈച്ച് അതർ ഈസ് കോൾഡ്. ലൈൻ ഓർ കർവ് ഫോംഡ് വെൻ ടു സോളിഡ്സ് പെനട്രേറ്റ്, ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി സെക്ഷണൽ വ്യൂ, ഓപ്ഷൻ സി കർവ് ഓഫ് ഇന്റർപെനട്രേഷൻ, ഓപ്ഷൻ ഡി കട്ടിംഗ് പ്ലെയിൻ. ഏതായിരിക്കും ഉത്തരം വരിക? ലൈൻ ഓർ കർവ് ഫോംഡ് വെൻ ടു സോളിഡ്സ് പെനട്രേറ്റ് ഈച്ച് അതർ, ഒന്നിനകത്തേക്ക് ഒന്നിങ്ങനെ തുരന്ന് കയറുകയാണ്, അല്ലെ, പെനട്രേറ്റ് ചെയ്ത് പോവുകയാണ്. സോ അപ്പൊ നമുക്ക് എന്ത് കർവാ കിട്ടുക? ഉത്തരം എന്തായിരിക്കും? അവിടെ ഡെവലപ്മെന്റ് ആണോ കിട്ടുക, സെക്ഷണൽ വ്യൂ ആണോ കിട്ടുക, കർവ് ഓഫ് ഇന്റർപെനട്രേഷൻ ആണോ കിട്ടുക, കട്ടിംഗ്? യെസ്, സംശയമൊന്നും വേണ്ട, കർവ് ഓഫ് ഇന്റർപെനട്രേഷൻ തന്നെയാണ്, കർവ് ഓഫ് ഇന്റർപെനട്രേഷൻ. മറ്റൊരു ചോദ്യം, ഇന്റർപെനട്രേഷൻ കർവ് ആർ മോസ്റ്റ് യൂസ്ഫുൾ ഇൻ. ഈ പറയുന്ന ഇന്റർപെനട്രേഷൻ കർവും എവിടെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക? ഇത്തരത്തിൽ ഒരു ഒബ്ജക്റ്റ് ഉള്ളിലേക്ക് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനുള്ളിലേക്ക് ഇന്റർപെനട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ എവിടെയാ ബേസിക് കോൺസെപ്റ്റ്? ഇവിടെ തന്നെയാണ്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെവലപ്മെന്റും ഇന്റർപെനട്രേഷനും ഒക്കെ എവിടെ തന്നെയാണ്? ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷന്, അതുപോലെ തന്നെ പൈപ്പിംഗ് ഇൻഡസ്ട്രീസിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ ആൻഡ് പൈപ്പിംഗ്. മറ്റൊരു ചോദ്യം നോക്കി, ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഇന്റർപെനട്രേഷൻ ഓഫ് എ കോൺ ആൻഡ് സിലിണ്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി, മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ ഫൈൻഡിങ് എന്ത് കണ്ടുപിടിക്കാനാ? ഇന്റർപെനട്രേഷൻ ഓഫ് കോൺ ആൻഡ് സിലിണ്ടർ. കോണിന്റെയും സിലിണ്ടറിന്റെയും ഇന്റർപെനട്രേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, കർവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ലൈൻ മെത്തേഡ്, ഓപ്ഷൻ ബി കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്, ഓപ്ഷൻ സി അപ്രോക്സിമേറ്റ്, ഓപ്ഷൻ ഡി ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഏതായിരിക്കും വരിക? ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രിസത്തിനും പിരമിഡിനും ലൈൻ മെത്തേഡ് കണ്ടു, അല്ലെ? എന്നാൽ ഇവിടെ കോണും സിലിണ്ടറും കർവ്ഡ് സർഫസുകൾക്ക് ഏതായിരിക്കും ബെറ്റർ? യെസ്, കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് ആണ് കേട്ടോ, കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡുകളേ ഉള്ളൂ പഠിക്കേണ്ടത്. ഒന്ന് ലൈൻ മെത്തേഡ്, രണ്ട് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കുറെ അധികം പ്ലെയിനുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു കർവിലേക്ക് എത്തുന്നുണ്ടാവുക. സോ അതാണ് കട്ടിംഗ് പ്ലെയിൻ. സോ പാസസ് എ സീരീസ് ഓഫ് കട്ടിംഗ് പ്ലെയിൻ ത്രൂ ബോത്ത് സോളിഡ്. രണ്ട് സോളിലൂടെയും കുറേയധികം കട്ടിംഗ് പ്ലെയിനുകൾ കടന്നു പോകുന്നുണ്ടാകും.
സോ ഈച്ച് പ്ലെയിൻ കട്ട് സെക്ഷൻ ഇൻ ബോത്ത് സോളിഡ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പ്ലെയിനുകൾ നമ്മുടെ ആ ഒരു രണ്ട് സെക്ഷനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ടാകും. സോ ആ കട്ട് ചെയ്ത പോർഷനുകളൊക്കെ നമ്മൾ എന്താണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കർവ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ ഇന്റർസെക്ഷൻ പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കർവ് ഫോം ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത് ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്റർപെനട്രേഷൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ലൈൻ മെത്തേഡ്, രണ്ട് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. അപ്പോൾ ഇതിൽ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സീരീസ് ഓഫ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ സെക്ഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ ഉണ്ടാവും. ആ പോയിന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ കർവ് ജനറേറ്റ് ചെയ്യുന്നു. അതല്ല ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലൈൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് വെച്ച് നമ്മൾ കർവ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഇന്റർപ്രിനേഷൻ ഓഫ് കോൺ ആൻഡ് സിലിണ്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. അതുപോലെ തന്നെ കോമൺ ഫോർ ബോത്ത് പിരമിഡ് ആൻഡ് പ്രിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ മെത്തേഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഇത് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? യെസ്, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന ഒന്നാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ ഓക്കെ ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളും. സോ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്, നീഡ് ആൻഡ് ആപ്ലിക്കേഷൻ, ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഒബ്ലിക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ആണെങ്കിൽ ട്രയാങ്കുലേഷൻ, ഡെവലപ്മെന്റ് ലെങ്ത്, ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ലെങ്ത് കാൽക്കുലേറ്റ്, അതായത് ഈ പറഞ്ഞ ഇതിൽ പൈ ഡി 2πr അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ജോമെട്രിക്കൽ സോളിഡ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇന്റർസെക്ഷനും അതുപോലെ ഇന്റർപെനട്രേഷനും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കർവ് ഇത്തരത്തിൽ ആ കർവ് ഇന്റർപെനട്രേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. സോ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അല്ലെ. അപ്പോൾ സിലിണ്ടർ അല്ലെങ്കിൽ കോണുകൾ ഏത് മെത്തേഡാണ്, പ്രിസം അല്ലെന്നുണ്ടെങ്കിൽ പിരമിഡുകൾ ഏത് മെത്തേഡാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 5 മാർക്കാണ്. ഈ 5 മാർക്ക് നമുക്ക് കിട്ടത്തില്ലേ? സംശയമുണ്ടോ? ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ലോക്കിംഗ് ഡിവൈസസ്, ത്രെഡ് ഫോംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ റെക്കോർഡഡ് സെഷൻസ് കേട്ടിരുന്നോ? ഓക്കെ ആണോ? അന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവായിരുന്നു. മൻസൂർ എന്ന് എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്തിരുന്നില്ല അത്. അപ്പൊ അത് റെക്കോർഡഡ് സെഷൻ കേട്ടിരുന്നോ? ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്, ദെൻ ലോക്കിംഗ് ഡിവൈസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കേൾക്കുക. യെസ്, അത് കേൾക്കണം കേട്ടോ. അപ്പം എക്സാമിന് പോകുന്നതിന് ഇപ്പുറം അത് കേൾക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഓരോ മാർക്കും ഇവിടുത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 2 7 മാർക്ക്, 7 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, അത് വിട്ട് കളയരുത്. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഓവർസിയറുമായി ബന്ധപ്പെട്ട് കുറേയധികം വേക്കൻസീസ് പിന്നീടായാലും വരാൻ സാധ്യതയുള്ളതാണ്. കുറേയധികം എൻജറീസ് കിട്ടും, അല്ലെങ്കിൽ കുറേയധികം ഡിലീഷൻ അല്ലെങ്കിൽ റിലീവ് ചെയ്ത് പോകുന്നുണ്ടാകും. സോ 1000-ൽ മുകളിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു തസ്തികയാണ്. അപ്പോൾ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം നമ്മൾ ഒരു മാർക്ക് പോയത് കൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഖേദം വരരുത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് തന്നെ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ട്രയാങ്കുലേഷൻ മെത്തേഡിനകത്ത് പ്രധാനമായിട്ടും ഇന്റർസെക്ഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സർക്കിളിൽ നിന്നും സ്ക്വയറിലേക്കൊക്കെ ഇന്റർസെക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒബ്ലിക് ആയിട്ടുള്ള, അതായത് സാധാരണ റൈറ്റ് കോൺ ഒക്കെയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് കോണാണെന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, നമ്മൾ ഇത്തരത്തിൽ റേഡിയൽ ലൈൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഈ പറഞ്ഞ കോണിന്റെ ബേസ് വന്നിട്ട് ഒബ്ലിക് എന്താണ് ഇത്തരത്തിലുള്ള എലിപ്സും പിന്നെ അല്പം ചരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള എന്താണ് ഒബ്ലിക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ബേസ്, അങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കുലേഷൻ. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് വേണ്ടുന്നത്. ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ട്രയാങ്കുലേഷൻ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ, ഈ ഒന്നാമത്തെ കേസ് നമുക്കറിയാം ട്രാൻസിഷൻ പീസ്, 2 നമുക്ക് ടെട്രാഹിഡ്രൺ, 3 നമുക്ക് ഇത്തരത്തിലുള്ള എലിപ്റ്റിക്കൽ ബേസോട് കൂടിയിട്ടുള്ള ചരിഞ്ഞു നിൽക്കുന്ന കോൺ, അതാണ് ഒബ്ലിക് കോൺ എന്ന് പറയുന്നത്. സോ ഈ ഒബ്ലിക് കോൺ ചരിഞ്ഞിരിക്കാൻ കാര്യം ഈ ഒരു ജനറേറ്ററിന്റെ ലെങ്ത് ആയിരിക്കത്തില്ല ഈ ഒരു ജനറേറ്ററിന്റെ ലെങ്ത്. രണ്ടും ജനറേറ്ററിന്റെ ലെങ്ത്, ഇപ്പൊ റേഡിയൽ എന്ന് പറയുമ്പോൾ ഒരു റേഡിയസ് എടുത്ത് നമ്മൾ വരയ്ക്കുന്നത്, ഈ റേഡിയസ് നമ്മുടെ വ്യത്യാസം വരും. ഇവിടെ ഒരു 6 ആണെങ്കിൽ ഇവിടെ ഒരു R+Δr ആവും, R+Δr ആവും. അപ്പോൾ ഒരേ റേഡിയസ് അല്ല, അതുകൊണ്ട് നമുക്ക് റേഡിയൽ ലൈൻ വെച്ച് വരയ്ക്കാൻ കഴിയില്ല. അതാണ് സംഗതി. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രയാങ്കുലേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയതാൽ മതി. അപ്പൊ അവിടെ നിന്ന് വരാൻ സാധ്യതകൾ അത്രേ ഉള്ളൂ ചോദ്യം.
അപ്പൊ ഈ പറഞ്ഞ 3 ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്താണ് ഈ പറഞ്ഞ രീതിയിൽ മുന്നിന്റെയും ഇത്തരത്തിൽ ഇന്റർസെക്ഷനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന 3 ചോദ്യങ്ങൾ വരും. വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല. ഓക്കെ. പിന്നെ ഇന്റർസെക്ഷനുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന ലൈൻ മെത്തേഡ് ഏതാണ്, അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് എന്താണ്, അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. 2 ചോദ്യങ്ങൾ അവിടെ നിന്നും വരും. ഓക്കെ ആണോ മൻസൂർ? ഓക്കെ ആണോ? ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ടാവും. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നീട് നമ്മൾ കണ്ടത് വെൽഡ് ആണ്. വെൽഡഡ് ജോയിന്റ്സ് ഏതൊക്കെ ടൈപ്പ് ജോയിന്റ് ഉണ്ട്, അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, പിന്നെ അതുപോലെ വെൽഡിംഗ് സിമ്പൽ എന്താണ്, അതിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഡ്രോയിങ്ങിനകത്ത് SP46 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 7 മാർക്കാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് കിട്ടേണ്ടത്. സോ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.